Hello guys, welcome back to YouTube channel of University Institute Kottakkal. I'm SKP, Physics faculty. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സെക്കൻഡ് ഇയറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പറഞ്ഞ ഭാഗങ്ങളാണ് എല്ലാം ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, മെയിനായിട്ട് പോയിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളർ കോഡിങ് പോയിട്ടുണ്ട്, പൊട്ടൻഷ്യൽ മീറ്റർ ഒക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. കറണ്ട് ഡെൻസിറ്റി, എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് പാസിംഗ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ അറൗണ്ട് എ പോയിന്റ് ഇസ് നോൺ ആസ് കറണ്ട് ഡെൻസിറ്റി. സിമ്പിളായിട്ട് I/A. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. ഓക്കെ, എന്താണ് ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിനകത്ത് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബൈ മീൻസ് ഓഫ് സം സപ്ലൈ, ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ മെറ്റലിൻ്റെ ഒരു ഭാഗം പോസിറ്റീവ് ഒരു ഭാഗം നെഗറ്റീവായിട്ട് മാറുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഭാഗമായിട്ട് അതിനകത്തുള്ള ഓരോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. ഈ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത ഡ്രിഫ്റ്റ് ചെയ്യാൻ മാത്രമല്ല, തൊട്ടടുത്ത ആറ്റങ്ങളിൽ അതായത് അയോണുകളിൽ പോയിട്ട് ഇടിക്കുക ചെയ്യും ഇലക്ട്രോൺസ്. ഓക്കെ, അങ്ങനെ തുടർച്ചയായി ഇടിച്ചെങ്കിലും ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇലക്ട്രോണിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ആ മൂവ്മെൻറ്റിൻ്റെ ആവറേജിന് പറഞ്ഞ പേരാണ് എന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇസ് ദ ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ദ ഇലക്ട്രോൺസ് ഇൻ എ മെറ്റൽ ഡ്രിഫ്റ്റഡ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ആ ഒരു മൂവ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയ കൊളിഷന് വിധേയമാവും. ആ കൊളിഷൻ എടുക്കുന്ന ടൈം ഇൻ്റർവെല്ലുകളുടെ ആവറേജിന് പറഞ്ഞ പേരാണ് എന്ത്? റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞത്. ആ രണ്ടിൻ്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. സോ ഒന്നിന് പറയാം, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ദ ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ഫ്രീ ഇലക്ട്രോൺസ് ഗെറ്റ്സ് ഡ്രിഫ്റ്റഡ് ടുവേർഡ്സ് ദ പോസിറ്റീവ് എൻഡ് ഓഫ് എ കണ്ടക്ടർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ്. The average time interval between successive collision of electrons with the atoms in the conductor is known as relaxation time. Okay, അപ്പോൾ വി ഡിയും ഐൻ്റെയും ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. വി ഡി എന്ന് പറഞ്ഞാൽ ഇ ടോ ബൈ എം, ഐ എന്ന് പറഞ്ഞാൽ ആരാണ്? NaEVD. വി ഡി മീൻസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. മൊബിലിറ്റി, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എത്രമാത്രം ഡ്രിഫ്റ്റ് വെലോസിറ്റി അക്വയർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എന്ത്? മൊബിലിറ്റി എന്ന് പറയുന്നത്. അതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ μ = E ടോ ബൈ എം എന്ന് കിട്ടും. ഓംസ് ലോ, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലോകളിൽ ഒന്നാണ് എന്ത്? ഓംസ് ലോ. At constant temperature, current flowing through a conductor is directly proportional to potential difference between its ends. Okay, V proportional to I എന്ന് പറയാം. V = Ri. R is resistance. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ആണ് mL/NA² ടോ. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ ആണെന്ത്? M/NE² ടോ. റെസിസ്റ്റിവിറ്റി നമുക്ക് എഴുതാൻ പറ്റും R = ρL/A എന്ന് കൊടുക്കാം. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി എന്താണ്? കണ്ടക്ടിവിറ്റിയുടെ റെസിപ്രോക്കലാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. പക്ഷേ റെസിസ്റ്റൻസ് നമുക്ക് വസ്തുവിൻ്റെ ഡയമെൻഷൻസ് മാറുമ്പോൾ മാറും. റെസിസ്റ്റിവിറ്റി മാറണമെങ്കിൽ ടെമ്പറേച്ചർ വന്നാൽ മാത്രമേ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുള്ളൂ? മാറുള്ളൂ. അതുപോലെ മെറ്റീരിയൽ മാറ്റിയാലും റെസിസ്റ്റിവിറ്റി മാറും. ഓക്കെ, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, ഒരു ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആൽഫ =Δr/R ΔT. ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞത്. ഓക്കെ, അതാണ് ഈ കാണുന്ന ഇക്വേഷൻ കേട്ടോ. RT - R0 / R0 × T എന്ന് പറഞ്ഞത്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ടു ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ. R0 RT ഒക്കെ ആണെന്ത്? 0ലും Tയിലും ടെമ്പറേച്ചർ ആണെങ്കിൽ RT = R0 × 1 + alpha T. where alpha is a constant known as temperature coefficient of resistance. Its unit is degree Celsius per ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1, അതായത് 1/Kelvin. ഓക്കെ, അപ്പോൾ ഒന്ന് പഠിച്ചു വയ്ക്കുക ഈ സംഭവം. നമുക്ക് ഈ ആൽഫയുടെ വാല്യൂ പോസിറ്റീവ് വരും ആർക്ക്? കണ്ടക്ടേഴ്സിന്. ആൽഫയുടെ വാല്യൂ നെഗറ്റീവ് വരും ആർക്ക്? ഇത് കണ്ടക്ടേഴ്സിന്. ആൽഫയുടെ വാല്യൂ നെഗറ്റീവ് വരും സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ, ആൽഫയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 0 വരും ആർക്ക്? സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സിന് കേട്ടോ. ഇനി റെസിസ്റ്റിവിറ്റിയുടെ ഗ്രാഫുകളൊക്കെ ഉണ്ട്. റെസിസ്റ്റിവിറ്റിയുടെയും ടെമ്പറേച്ചറിൻ്റെയും ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാവില്ലേ? സെമി കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെയും ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? അതൊരു ഈ ഷേപ്പിലാണ് വരിക. അതേപോലെ സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രാഫ് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഒരു റോവിൻ്റെയും ടീൻ്റെയും ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഓക്കെ,
ഒരു ഏകദേശം നിക്രോമിൻ്റെ ഗ്രാഫാണ് കാണിച്ചത്, ചെറിയൊരു ഡിപ്പെൻഡൻസ് കാണിക്കും. മാംഗനീനൊക്കെ ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. ഇതാണ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ്, ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ആൽഫയുടെ വാല്യൂ കൊടുത്തേക്കണത്, ആൽഫയുടെയും ടെമ്പറേച്ചറിൻ്റെയും ഗ്രാഫുകൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് പഠിക്കുക. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് റെപ്രസെൻറ്റ് വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ ഫോർ കോപ്പർ. കോപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോപ്പർ എന്ന് പറഞ്ഞാൽ ആരാണ്? മെറ്റലാണ്. ആക്ച്വലി മെറ്റലിൻ്റെ കാര്യത്തിൽ മെറ്റൽ ആക്ച്വലി നല്ല റെസിസ്റ്റിവിറ്റി കുറഞ്ഞ ആളാണ്. അപ്പോൾ ചൂടാക്കുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. എവിടെയും കാണിച്ചില്ലേ, കണ്ടക്ടേഴ്സിൻ്റെ കാര്യത്തിൽ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും പറയുമ്പോൾ ഈ റെസിസ്റ്റിവിറ്റി കൂടുകയാണ് ചെയ്യുക കേട്ടോ. സെമി കണ്ടക്ടേഴ്സിന് അതെന്താ ചെയ്യുക? ചൂടാക്കുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയാണ് ചെയ്യുക, അത് കണ്ടക്ടറായിട്ട് മാറുകയാണ് ചെയ്യുക. ഇൻസുലേറ്റർ ആകുമ്പോൾ, സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആകുമ്പോൾ വലിയൊരു മാറ്റം വരില്ല. ഓക്കെ, എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഹാവിംഗ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് 7.5 × 10⁻⁴ meter per second in an electric field of 3 × 10 volt per meter has a mobility. ഓക്കെ, മൊബിലിറ്റി ആണ് നമ്മൾ കാണേണ്ടത്. ഈ മൊബിലിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാണ് മൊബിലിറ്റിയുടെ ഇക്വേഷൻ. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 7.5 × 10⁻⁴ ഡിവൈഡ് ബൈ ഇലക്ട്രിക് ഫീൽഡോ 3 × 10⁻⁻10. അപ്പോൾ 7.5/3 എന്ന് പറയുമ്പോൾ 6 അല്ലേ, 2.5 എന്ന് കിട്ടും. 2.5 × 10⁻⁶. അപ്പോൾ ഏത് ഓപ്ഷൻ വരും? എ. 2.5 × 10⁻⁶. അതിൻ്റെ യൂണിറ്റ് കേട്ടോ, മീറ്റർ പെർ സെക്കൻഡ് ബൈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ഈ കൊടുത്തേക്കുന്ന യൂണിറ്റിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, next question. Across the metallic conductor of a uniform cross section, a constant potential difference is applied. The quantity which remains constant along the conductor. ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ഒരു കണ്ടക്ടറിൽ ഒരു കോൺസ്റ്റൻ്റ് ആയ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ പോകുന്ന കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും, പക്ഷെ കറണ്ട് ഡെൻസിറ്റി പ്ലേസ് ടു പ്ലേസ് മാറും ഇല്ലേ? അതുകൊണ്ട് തന്നെ ഇതിൽ കറണ്ട് ആണ് എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. ഒരു സീരീസ് ആയ കണക്ഷനിൽ എപ്പോഴും കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ദ ആൻസർ ഈസ് കറണ്ട് കേട്ടോ. നെക്സ്റ്റ്, ദ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓഫ് എ സർട്ടൻ വയർ ഓഫ് അയൺ ഈസ് ആർ. ദ ലെങ്ത് ആൻഡ് റേഡിയസ് ആർ ഡബിൾഡ്. ദെൻ റെസിസ്റ്റൻസ്, വാട്ട് ഹാപ്പൻഡ് റെസിസ്റ്റൻസ്? നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? ρL/A എന്നാണ് പറയുക. ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓഫ് എ സർട്ടൻ വയർ ഓഫ് അയൺ. ഈ അയൺ എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്തിട്ടില്ല? അതിൻ്റെ മെറ്റീരിയൽ മാറുന്നില്ല, ലെങ്ത്തും റേഡിയസും മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഇത് ρL/ഏരിയ എന്ന് പറയുമ്പോൾ πr² എന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെ കിട്ടുമല്ലോ. ഓക്കെ, ഇനി പുതിയ കേസിൽ എന്താ പറഞ്ഞു വെച്ചാൽ ലെങ്ത്ത് ഡബിളായി, ഇപ്പോൾ കോൺസ്റ്റൻറ്റ് L/r² എന്ന് കൊടുക്കുക. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇൻറ്റു L ഡബിളായി, ആറും ഡബിളായി, റേഡിയസും ഡബിളായി. ഇപ്പോൾ 2r² എന്ന് കൊടുക്കുമ്പോൾ ഇതെന്ത് കിട്ടും? ഒരു K/2 × L/r² എന്ന് കിട്ടും. ഈ K/r² എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ആരാണ്? ആറാണ്. അപ്പോൾ അത് r/2 എന്നാവും. അപ്പോൾ റെസിസ്റ്റൻസ് വിൽ ബി ഹാഫ്ഡ്. ആൻഡ് സ്പെസിഫിക് റെസിസ്റ്റൻസ് പറഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റിവിറ്റിയാണ്, അത് അൺചേഞ്ച്ഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഏത് കിട്ടും? സി എന്ന് കിട്ടും. ഓക്കെ, ദ റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ വയർ. റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ വയർ. കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി ചൂടാക്കുമ്പോൾ എന്താ ചെയ്യുക? അതിൻ്റെ റെസിസ്റ്റിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ ഗ്രാഫ് എങ്ങനെ ഇരിക്കുക? റോൻ്റെയും ടീൻ്റെയും ഗ്രാഫ് വരയ്ക്കുമ്പോൾ കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടുകയാണ് ചെയ്യുക, കോപ്പറിൻ്റെ. ഓക്കെ, അപ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ വയർ എന്തായിരിക്കും? ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ഓപ്ഷൻ എ കേട്ടോ. ഈ സിലിക്കണൊക്കെ പറയുകയാണെങ്കിൽ സിലിക്കണിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, സിലിക്കൺ ആൻഡ് കോപ്പർ ആർ കൂൾഡ് ടു ടെമ്പറേച്ചർ 300 Kelvin. അപ്പോൾ കോപ്പറിൻ്റെ കാര്യത്തിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുകയാണെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യണം? കുറയണം അല്ലേ? സിലിക്കണിൻ്റെ കാര്യത്തിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ, അപ്പോൾ സിലിക്കൺ എന്തായി പോകും? ഇൻക്രീസ് ആയി പോകും. കോപ്പറിന് എന്തായി പോകും? ഡിക്രീസ് ആയി പോകും. ഓപ്ഷൻ എ, ഇവിടെ ഓപ്ഷൻ എ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, there are copper wires of length
and cross section area LA 2L A by 2 L by 2 2A, in which case the resistance is minimum. ഈ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? R equal to rho L by A. സോ R പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? L by A എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ L by A കൂടിയ ആൾക്ക് എന്തായിരിക്കും? R കൂടുതലായിരിക്കും. L by A കുറഞ്ഞ ആൾക്ക് R കുറവായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കേസിൽ R1 ഈസ് പ്രപ്പോർഷണൽ ടു L by A എന്ന് കൊടുക്കുക. R2 പ്രപ്പോർഷണൽ ടു ലെങ്ത് 2L by A by 2 എന്ന് പറയുമ്പോൾ ഈ 2 മുകളിൽ പോകുമ്പോൾ 4L by A എന്ന് വരും. ഫോർത്ത് കേസിൽ R3 പ്രപ്പോർഷണൽ ടു L by 2 by 2A എന്ന് പറയുമ്പോൾ പ്രപ്പോർഷണൽ ടു L by 4A എന്ന് വരും. അപ്പോൾ അതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും വലുത് ഏതാ? R2, പിന്നെ ആരാ? R1, പിന്നെ ആരാ? R3. അപ്പോൾ ചോദിച്ചേക്കണ ഏറ്റവും മിനിമം ആണെന്ന് ചോദിച്ചേക്കണത്. അപ്പോൾ ഏറ്റവും മിനിമം ആരായിരിക്കും? R3 വരുന്ന കേസിൽ ഇതിൻ്റെ ഏരിയ എത്രയാണ്? 2A അല്ലേ? അപ്പോൾ 2A വരുന്ന ലെങ്ത് കേട്ടോ. അപ്പോൾ ഏത് ഓപ്ഷനാണ് വരിക? വയർ ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ 2A ആയിരിക്കും. റെസിസ്റ്റൻസ് മിനിമമാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് R3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The wire of resistance 4 ohm is stretched twice its original length. The resistance of the stretched wire will be. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് റോ എൽ ബൈ എ. ഇപ്പോൾ ഒരു വയർ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഏരിയയ്ക്കും മാറ്റം വരും. ലെങ്ത്ത് ഇപ്പം എന്തായിട്ട് മാറി? ഒരു n ടൈംസ് ആയിട്ട് മാറി എന്ന് വിചാരിച്ചോട്ടോ. അപ്പോൾ ഏരിയയും മാറുന്നില്ല. പക്ഷെ ആരും മാറുന്നില്ല? വോളിയം മാറുന്നില്ല, അതിൻ്റെ റെസിസ്റ്റിവിറ്റി മാറുന്നില്ല, മെറ്റീരിയൽ മാറുന്നില്ല. അപ്പോൾ വോളിയം റെസിസ്റ്റിവിറ്റി മാറുന്നില്ല. അപ്പോൾ വോളിയം ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ലെങ്ത്ത് മാത്രം മാറുന്നുണ്ട്, ഏരിയ മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ലെങ്ത്ത് ഏരിയ മാറുന്നതുകൊണ്ട് ഞാനൊന്ന് ചെറിയ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുകളിലും താഴെയും എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് R ഈക്വൽ ടു റോ L സ്ക്വയർ ഡിവൈഡ് ബൈ താഴെ ഏരിയ ആൻഡ് ലെങ്ത്ത് കിട്ടുമല്ലോ, അതിന് ഞാൻ വോളിയം എന്നാക്കി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റോയും കോൺസ്റ്റൻ്റ് ആണ്, വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഈ R ഈസ് പ്രപ്പോർഷണൽ ടു L സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ R' പ്രപ്പോർഷണൽ ടു ലെങ്ത്തുമായിട്ടുള്ള ബന്ധം L സ്ക്വയർ ആണ്. അപ്പോൾ ലെങ്ത്ത് ഇപ്പോൾ NL ആയാൽ NLൻ്റെ സ്ക്വയർ എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. 2/1 ചെയ്യുന്ന സമയത്ത് R' ബൈ R ഈക്വൽ ടു N സ്ക്വയർ എന്നും R' ഈക്വൽ ടു N സ്ക്വയർ R എന്ന് വരും. അപ്പോൾ ലെങ്ത്ത് സ്ട്രെച്ച് ചെയ്തിട്ട് N ടൈംസ് കൂട്ടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് N സ്ക്വയർ ടൈംസ് കൂടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ R' ഇക്വേഷൻ ആയിരിക്കും N എന്ന് പറഞ്ഞത്രയായിരിക്കും? ട്വൈസ് അല്ലേ? അപ്പോൾ 2 സ്ക്വയർ R എന്ന് പറയുമ്പോൾ 4R എന്ന് വരും. അപ്പോൾ 4 ഇൻറ്റു R എത്രയാണ്? 4 ഓം എന്ന് പറയുമ്പോൾ 16 ഓം എന്നൊരു ആൻസറാണ് നമുക്ക് കിട്ടുക. ഓപ്ഷൻ 16 ഓം സി. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് N ടൈംസ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് N സ്ക്വയർ ടൈംസ് ആയിട്ട് മാറും എന്നൊരു സാധനം വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാവുന്നതാണ്. If the resistance of the conductor is 5 ohm at 50 degrees Celsius and 7 ohm at 100 degrees Celsius, mean temperature coefficient of resistance of the material is. ആൽഫയാണ് ചോദിച്ചാണല്ലേ? തൽക്കാലം ആൽഫ ഒരു കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ R ബൈ R ഡെൽറ്റ ടി എന്ന് കൊടുക്കാം അല്ലേ? ഈ ഡെൽറ്റ R എന്ന് പറഞ്ഞാൽ എന്താണ്? R' മൈനസ് R ഡിവൈഡ് ബൈ R ഡെൽറ്റ ടി. അപ്പോൾ R' കൊടുത്തിട്ടുണ്ട് എത്ര? എവിടെ നമുക്ക് ആൽഫയിലെ കാണേണ്ടത്? R' വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ റെസിസ്റ്റൻസ് 7, ആറിൻ്റെ വാല്യൂ 5 ഡിവൈഡ് ബൈ 5 ഇൻറ്റു ഡെൽറ്റ ടി 100 മൈനസ് 50 എത്ര കിട്ടും? 2 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 50. 2 ഡിവൈഡ് ബൈ 250 എന്ന് വരും അല്ലേ? 2 ഡിവൈഡ് ബൈ 250 എത്രയായിരിക്കും? 1000 ബൈ 4 ആണ് 250. അപ്പോൾ എത്ര കിട്ടും? ഇത് 8 ബൈ 1000 കിട്ടും, അല്ലെങ്കിൽ 0.008. ഓക്കെ, per degree Celsius is the answer. Option D. The masses of the 3 wires of copper are in the ratio 1:3:5 and their length are in the ratio 5:3:1. Then the electrical resistance will be. Resistance equation da rho L by A. ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് കൊടുത്തിരിക്കണമെന്ന് നോക്കട്ടോ. ഒന്ന് എന്താണ് അതിൻ്റെ മാസും, മറ്റെന്താണ് അതിൻ്റെ ലെങ്ത്തും. അപ്പം മാസ് ലെങ്ത്തിലേക്ക് ഇക്വേഷൻ എനിക്ക് മാറ്റണം. ഏരിയ ഇതിലില്ല. അപ്പോൾ ഏരിയ ഇങ്ങനെ മാറ്റാൻ പറ്റുക? നമുക്കറിയാം ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? അപ്പം മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത്ത്.
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏരിയയ്ക്ക് എന്ത് കൊടുക്കാം, മാസ് ബൈ ഡെൻസിറ്റി ഇൻറ്റു ലെങ്ത് കൊടുക്കുക. അപ്പോൾ റോ എൽ ഡിവൈഡ് ബൈ ഏരിയയ്ക്ക് എന്ത് കൊടുത്തു, എം ബൈ ഡി എല്ലിന് കൊടുത്തു കഴിഞ്ഞാൽ ആർ ഈക്വൽ ടു റോ ഡി എൽ സ്ക്വയർ ബൈ എം എന്ന് കിട്ടും. അല്ലെങ്കിൽ ആർ പ്രപ്പോർഷണൽ ടു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റോയും ഡിയും കോൺസ്റ്റൻ്റ് ആണ്, എൽ സ്ക്വയർ ബൈ എം എന്ന റിലേഷൻ കിട്ടും. കിട്ടൂലേ? അങ്ങനെയാണെങ്കിൽ R1:2 R2:2 R3 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെങ്ത്തിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ 3 സ്ക്വയർ 1 സ്ക്വയർ ബൈ മാസിൻ്റെ റേഷ്യോ 1:3:5. എത്ര കിട്ടും? 25:3:1/5. മൊത്തം ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 125:15:1. ഓക്കെ, ഓപ്ഷൻ ഏത് കിട്ടും? സി, ഡി. അപ്പോൾ ഈ റിലേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ റിലേഷൻ ഒപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. റെസിസ്റ്റൻസ് നമുക്ക് സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. സീരീസ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ ഒരു റിസൾട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് RS = R1 + R2 + R3. അവിടെ n റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ R1 + R2 + R3 up to Rn. അത് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ RS = NR ഇക്വേഷൻ ഉപയോഗിക്കാം. ഈ സമയത്ത് എങ്ങനെയാണ് നമുക്ക് വോൾട്ടേജ് ഡിവൈഡ് ചെയ്യണം നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ V1 V2 കാണണമെങ്കിൽ ആദ്യം V1ൻ്റെ ഇക്വേഷൻ V1 = I × R1 എന്ന് പറയാം. I എങ്ങനെ കാണാൻ പറ്റുക? മൊത്തം വോൾട്ടേജ് ഡിവൈഡ് ബൈ മൊത്തം റെസിസ്റ്റൻസ്. അപ്പോൾ ഐൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ V ഡിവൈഡ് ബൈ R1 + R2 ഇൻറ്റു എന്ത് വരും? R1 വരും. അല്ലെങ്കിൽ V1ൻ്റെ ഇക്വേഷൻ ആയിരിക്കും R1 ഡിവൈഡ് ബൈ R1 + R2 ഇൻറ്റു V. സിമിലർലി V2ൻ്റെ ഇക്വേഷൻ ആയിരിക്കും R2 ഡിവൈഡ് ബൈ R1 + R2 ഇൻറ്റു V. V1 ബൈ V2 ഈക്വൽ ടു എന്തായിരിക്കും? R1 ബൈ R2 എന്നും പറയാം. ഓക്കെ, ഇതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾസ് പറഞ്ഞത് കേട്ടോ. റെസിസ്റ്റൻസ് ഇൻ പാരലൽ. റെസിസ്റ്റൻസ് പാരലൽ ആകുമ്പോൾ 3 റെസിസ്റ്റൻസോട് പാരലായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 1/RP അതിൻ്റെ റിസൾട്ടൻറ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് 1/RP = 1/R1 + 1/R2 up to 1/R3. അത് n റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ 1/R1 + 1/R2 + 1/R3 up to 1/Rn. ഇഫ് ദർ ആർ n ഈക്വൽ റെസിസ്റ്റേഴ്സ് RP ഇൻഡിക്കേഷൻ ആയിരിക്കും R/n കൊടുക്കുക കേട്ടോ. ഇതിൽ നമ്മൾ കറണ്ട് ഡിവിഷൻ റൂൾ പറയാം. ഈ കറണ്ട് ഡിവിഷൻ റൂൾ പറഞ്ഞ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ I1 = V/R1 എന്നാണ് പറയേണ്ടത്. അതിന് V കിട്ടണം. V ഇൻഡിക്കേഷൻ ആയിരിക്കും I × RP. R പാരലൽ എന്ന് പറയുമ്പോൾ ആയിരിക്കും R1 R2 ഡിവൈഡ് ബൈ R1 + R2. അവിടെ കൊടുക്കുമ്പോൾ I × R1 R2 ഡിവൈഡ് ബൈ R1 + R2 ബൈ R1. R1 കട്ടായി പോയാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കിട്ടും R2 ഡിവൈഡ് ബൈ R1 + R2 ഇൻറ്റു I എന്ന് കിട്ടും I1. സിമിലർലി I2 ഈക്വൽ ടു എന്തായിരിക്കും? R1 ഡിവൈഡ് ബൈ R1 + R2 ഇൻറ്റു I എന്നും വരും. അതായത് I1 ബൈ I2ൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഈക്വൽ ടു R2 ബൈ R1 എന്ന് വരും. ഇങ്ങനെയാണ് കറണ്ട് ഡിവൈഡ് ചെയ്ത് പോവുക. കറണ്ട് കാണാനും വോൾട്ടേജ് കാണാനും കറണ്ട് ഡിവിഷൻ റൂളും വോൾട്ടേജ് ഡിവിഷൻ റൂളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. 2 metal wires of identical dimensions are connected in series. If ρ1 and ρ2 are the conductivities of the metal wires respectively, the effective conductivity of the combination is. Okay. അപ്പോൾ effective conductivity ചോദിക്കുന്ന സമയത്ത് സീരീസ് കോമ്പിനേഷൻ ആണ്. R സീരീസിൻ്റെ ഇക്വേഷൻ ആയിരിക്കും R1 + R2 എന്ന് കൊടുക്കാം. ഈ Rൻ്റെ ഇക്വേഷൻ ρL/A എന്നാണ് പറയുക, അല്ലെങ്കിൽ L/σ എന്ന് കൊടുക്കാം. റോ എന്ന് പറഞ്ഞാൽ 1/σ ആണല്ലോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ രണ്ട് എന്തുണ്ട്? ഐഡൻറ്റിക്കൽ ഡയമെൻഷനുള്ള 2 റെസിസ്റ്റൻസ് വയറുകളുണ്ട്. ഇത് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോകണം? ഒറ്റ വയർ ഉണ്ടാകാൻ പോകണം കേട്ടോ. ഇപ്പം ലെങ്ത് L, ഇതിൻ്റെ ലെങ്ത് L ആണ്, ഇതിൻ്റെ ലെങ്ത് 2L ആയിരിക്കും. ഇതിൻ്റെ ഏരിയ A, ഇതിൻ്റെ ഏരിയ ആണ്, ഇതിൻ്റെ ഏരിയയും A ആയിരിക്കും. ഇതിൻ്റെ ρ1 ഇതിൻ്റെ ρ2 ആണെങ്കിൽ ഇതിൻ്റെ ρS ആയിരിക്കും. അപ്പോൾ Rൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. Rൻ്റെ ഇക്വേഷൻ L/ρA എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ലെങ്ത് 2L ആണ്. എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു വയറിൻ്റെ ലെങ്ത് 2L ആയതുകൊണ്ട് 2L ഡിവൈഡ് ബൈ
റോ എസ് ഇൻറ്റു എ ഈക്വൽ ടു എൽ ബൈ സിഗ്മ 1 എ പ്ലസ് എൽ ബൈ സിഗ്മ 2 എ എന്ന് വരും. ഈ എൽ ക്യാൻസൽ ആവും, എ ക്യാൻസൽ ആയി പോയാൽ 2 ബൈ സിഗ്മ എസ് ഈക്വൽ ടു സിഗ്മ 1 പ്ലസ് സിഗ്മ 2 ഡിവൈഡ് ബൈ സിഗ്മ 1 സിഗ്മ 2. അപ്പോൾ സിഗ്മ എസ് ഈക്വൽ ടു 2 സിഗ്മ 1 സിഗ്മ 2 ഡിവൈഡ് ബൈ സിഗ്മ 1 പ്ലസ് സിഗ്മ 2 എന്ന് വരും. അതേത് ഓപ്ഷൻ ആയിരിക്കും? ഓപ്ഷൻ ഡി. നമ്മുടെ തെർമൽ കണ്ടക്റ്റിവിറ്റിയുടെ റോഡ് വെച്ചുള്ള കോമ്പിനേഷനും ഇതേപോലത്തെ ഒരു ഫോമുല കിട്ടുക 2k1 k2 ഡിവൈഡ് ബൈ km പ്ലസ് k2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 12 cm wire is given a shape of a right angle triangle ABC having sides 3 cm, 4 cm and 5 cm as shown in the figure. The distance between the two ends AB, BC, CA of the respective sides are measured 1 by 1 by a multimeter. The distance will be in the ratio. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കാണാം? എ ബിൻ്റെ സൈഡ് കാണാം കേട്ടോ. എ ബി എന്നുള്ള സൈഡ് പറയുമ്പോൾ ഇവിടെ 3 ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. മൊത്തം 12 സെൻറ്റിമീറ്റർ ഉണ്ട് അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റെസിസ്റ്റൻസ് വിൽ ബി ദി റേഷ്യോ. നമുക്ക് അതിൻ്റെ ലെങ്ത്തിന് എന്താക്കി എടുക്കാം? നേരെ റെസിസ്റ്റൻസ് ആക്കി എടുക്കുകയാണെങ്കിൽ ഇതൊരു 3 ഓം, ഇത് 5 ഓം, ഇത് 4 ഓം. കാരണം റെസിസ്റ്റൻസ് ഈസ് പ്രപ്പോർഷണൽ ടു ലെങ്ത് എന്നല്ലേ പറയുക. ഏരിയയും അതുപോലെ മെറ്റീരിയൽ സെയിം ആയതുകൊണ്ട് നമുക്ക് ലെങ്ത് ആക്കി എടുക്കുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആക്കി എടുക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എ ബി ഈ 5 4 കൂടെ കൂട്ടുമ്പോൾ നെറ്റ് എന്ത് വരും? ഒരു 9 എന്നും വരും. അപ്പോൾ 3 ഓം 9 ഓം എന്ന് വരും. അപ്പോൾ ആർ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 3 പ്ലസ് 9 എത്ര ആയിരിക്കും? 12 അല്ലേ? 3 പ്ലസ് 9 12 വരും. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ ഒരു 9/4 എന്ന് കിട്ടും. ഓക്കെ, 9/4 കറക്റ്റ് അല്ലേ? 3 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 3 പ്ലസ് 9 12. ഓക്കെ, അടുത്ത കേസ് ബി സി ആണ്. ബി സി എന്ന് പറയുമ്പോൾ ഇവിടെ 4 ഓം ഉണ്ട് ഈ ബി സിക്ക് ക്രോസ്. അപ്പുറത്ത് രണ്ടും കൂടെ ചേർത്ത് വരുമ്പോൾ 3 + 5 ഈക്വൽ ടു എത്രയായിരിക്കും? 8 ഓം എന്ന് വരും. അപ്പോൾ ഈ സമയത്ത് ആർ ബി സി എന്ന് പറയുകയാണെങ്കിൽ എത്ര കിട്ടും? 4 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 4 + 8 12 എന്ന് വരും. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? ഇവിടെ 3 എന്ന് കിട്ടും. 8/3 എന്ന് കിട്ടും കേട്ടോ. 4 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 4 + 8 12 അല്ലേ? നേരത്തെ നമുക്ക് കിട്ടിയ ആൻസർ അല്ലേ? ഒരു കാര്യം ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? എല്ലാം നമുക്കൊരു 9/12 തന്നെ മാറ്റി വയ്ക്കാം. 27/12. അപ്പോൾ ഇവിടെ എത്ര കിട്ടി നമുക്ക്? ഇതിൽ 4 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 12 എന്ന് പറയുമ്പോൾ 32/12. ഞാൻ ആൻസറിലേക്ക് നോക്കിയപ്പോൾ അങ്ങനത്തെ ആൻസറുകളുണ്ട്, അങ്ങനെ എടുത്തു കേട്ടോ. ഈ ലാസ്റ്റ് വൺ ഏതാണ്? എ സി ആണ് കാണേണ്ടത്. എ സി എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയുണ്ട്? 5 ഓം. ഇവിടെ 3 4 കൂടെ കൂട്ടുമ്പോൾ 7 ഓം എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആർ എ സി ഈക്വൽ ടു എത്ര കിട്ടും? 5 ഇൻറ്റു 7 ഡിവൈഡ് ബൈ 5 + 7. ഓക്കെ, അപ്പോൾ 35/12 എന്നും കിട്ടും. അപ്പോൾ ആർ എ ബി ഈസ് ടു ആർ ബി സി ഈസ് ടു ആർ എ സി എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ അല്ലേ കാണേണ്ടത്? 27:32:35. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 12 ആണല്ലോ, കട്ടായി പോവല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. ഓക്കെ, അതേതായിരിക്കും? സി. 27:32:35. ഓക്കെ, next question. A ring is made of a wire having resistance R0 equal to 12 ohm. Find the points A and B are shown in the figure at which the current carrying conductor should conduct so that the resistance R of the subcircuit between these points is equal to 8/3. ഈ റെസിസ്റ്റൻസ് നമുക്ക് R1 എന്നും ഈ റെസിസ്റ്റൻസ് R2 എന്നും കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, മൊത്തം റെസിസ്റ്റൻസ് 12. അപ്പോൾ R1 + R2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 12. ഇതൊരു ഇക്വേഷൻ ആക്കി വയ്ക്കുക. ഇനി ആക്ച്വലി ഇത് പാരലാണ്. അപ്പോൾ ഒരു ആർ എ ബി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് R1 R2 ഡിവൈഡ് ബൈ R1 + R2 ഈക്വൽ ടു അത് 8/3 എന്ന് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആരാണ് 12 ആണല്ലോ. അപ്പോൾ 12 ഈക്വൽ ടു 8/3. ഇത് കട്ടായി പോയാൽ ഇവിടെ 4 എന്ന് വരും. അപ്പോൾ R1 R2 ഈക്വൽ ടു 4×32. രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ R1 പ്ലസ് R2 12 വന്നം, R1 R2 32 വന്നം. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ലെങ്ത്താണ് R1, ഒക്കെ വലിയ ലെങ്ത്താണ് R2. അപ്പോൾ R1ൻ്റെ വാല്യൂ ഒരു 4ഉം R2ൻ്റെ വാല്യൂ ഒരു 8 ഓമും കൊടുക്കാം. ഫിഗർ നോക്കുമ്പോൾ L1 ഈസ് ലെസ് ദാൻ L2 ആണല്ലോ. R പ്രൊപ്പോർഷണൽ ടു L എന്ന് പറയാമല്ലോ, അതുകൊണ്ട് അങ്ങനെ എടുത്തോട്ടോ. ഓക്കെ, അപ്പോൾ R1/R2 എന്ത് കിട്ടും? 4 ohm ഡിവൈഡ് ബൈ 8 ohm ഈക്വൽ ടു 1/2. ഓക്കെ, D. Next question. When a wire of uniform cross section A, length L, resistance R is bent into a complete circle, resistance between any two of diametrically opposite points will be. ഒരു വയറുണ്ട്, ലെങ്ത് L, റെസിസ്റ്റൻസ് R അല്ലേ. അപ്പോൾ അതിൻ്റെ മൊത്തം റെസിസ്റ്റൻസ് R ആണെങ്കിൽ എനി ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് എന്ന് വെച്ചാണ്. മൊത്തം റെസിസ്റ്റൻസ് R ആണെങ്കിൽ ഈ വയറിൻ്റെ മൊത്തം റെസിസ്റ്റൻസ് R ആണ്. ഇത് ബെൻഡ് ചെയ്തിട്ട് നമ്മൾ സർക്കിളിൻ്റെ രൂപത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ആരായിരിക്കും R/2, ഇവിടെ ആരായിരിക്കും R/2. അപ്പോൾ ഈ ഒരു പോയിന്റ് AB എന്ന് കൊടുക്കുകയാണെങ്കിൽ RAB ഈക്വൽ ടു എന്തായിരിക്കും? R/2/2. ദാറ്റ് ഈസ് ഈക്വൽ ടു R/4. കാരണം R പാരലലിൻ്റെ ഇക്വേഷൻ എന്താണ്? R/n എന്നല്ലേ പറയുക, ആ ഫോമുല ഉപയോഗിച്ച്. രണ്ട് റെസിസ്റ്റൻസ് ഈക്വൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് R/2/2. അപ്പോൾ R/4 എന്ന് വന്നു. ഓപ്ഷൻ A. Okay. Next question. Resistance in each of R ohm when contained in parallel give equivalent resistance R ohm. If the resistance were contained in series, the combination would have a resistance in ohm equal to. അപ്പോൾ n റെസിസ്റ്റൻസ് ഓഫ് R ohm ഉണ്ട്, contained in parallel. R പാരലലിൻ്റെ ഇക്വേഷൻ എന്താ? ടെക്നിക്കലി നമ്മുടെ ഫോമുല എന്താ? R/n ആണ് അല്ലേ. അപ്പോൾ contained in parallel. അപ്പോൾ ഇവിടെ നമുക്ക് R ആണ് R പാരലൽ കൊടുത്തേക്കുന്നത്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R/n കൊടുക്കുമ്പോൾ R ഈക്വൽ ടു NR എന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്ക് R സീരീസിൻ്റെ ഇക്വേഷൻ എന്താ? NR എന്നാണ് വരിക. അപ്പോൾ ആ ഫോമുല കൊടുക്കുമ്പോൾ ഇത് റെസിസ്റ്റൻസ് കണ്ടെയ്ൻഡ് സീരീസ്. അപ്പോൾ R സീരീസിൻ്റെ വാല്യൂ പറയുമ്പോൾ N ഇൻറ്റു ഇവിടെ R എന്നാണ് വരേണ്ടത്. കാരണം ആറിൻ്റെ സ്ഥാനത്ത് ഇവിടെ വരേണ്ടത് ആരാണ്? സ്മോൾ R ആണ്. ഓക്കെ, പക്ഷേ ഈ R എന്ന് പറഞ്ഞാൽ എത്രയാ? N ഇൻറ്റു R എന്ന് കൊടുക്കാൻ പറ്റുമ്പോൾ ഇത് N² R എന്ന് കിട്ടും. ഓപ്ഷൻ B. Okay. The current in the given circuit 4.8 വോൾട്ട് കൊടുത്തിട്ടുണ്ട്, R കൊടുത്തിട്ടുണ്ട്. ഗിവൺ സർക്യൂട്ടിലെ കറണ്ടാണ് കാണേണ്ടത്. ഈ ആറും കൂടെ ചേർത്ത് ഇവിടെ എത്ര കിട്ടും? ഒരു 12 കിട്ടും. ഈ 3യും 12ഉം കൂടെ ടെക്നിക്കലി എന്തായിരിക്കും? പാരലായിരിക്കും. അപ്പോൾ R പാരലിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 3 × 12 ഡിവൈഡ് ബൈ 3 + 12 15 അല്ലേ. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. 12/5 എന്നാണ് കിട്ടുക. ഓക്കെ, 12/5 എത്രയാണ്? 12/5 2.4. ഓക്കെ, അപ്പോൾ നമ്മുടെ അതിൻ്റെ ഇക്വേഷൻ ആയിരിക്കും മൊത്തം വോൾട്ടേജ് 2.4 ഓം എന്നാണ് വരിക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ 4.8 വോൾട്ട് ഡിവൈഡ് ബൈ 2.4 ഓം എന്ന് പറയുമ്പോൾ 2 ആംപിയർ എന്നുള്ള സിമ്പിളായ ആൻസറാണ് കിട്ടുക കേട്ടോ. Okay. Next question. What will be the equivalent resistance of a circuit shown in the figure between the points A and B? A and D അല്ലേ, എക്കും ബിക്കും ഇടയ്ക്ക് കാണണം. അപ്പോൾ ഇതൊരു എൻഡാണ്, ഇതൊരു എൻഡാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും പരിഗണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എക്കും ഡിക്കും ഇടയ്ക്കാണല്ലോ നമ്മളൊരു കണക്ഷൻ എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ ഇത് ഇതിലൂടെ പോവില്ല. ഇങ്ങനെ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞേക്കണ 10 ohm ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ 2 10 ohമിലേക്കും ആ സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഒഴിവാക്കാം. ബാക്കി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 4 10 ohm കിടപ്പുണ്ട്. ഈ 4 10 ohm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കുമ്പോൾ ഫിഗർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ A ഒരു 10 ohm, D 10
10 10 10. ഈ രണ്ട് 10ഉം കൂടെ എത്രയായിരിക്കും 20. ഈ രണ്ട് 10ഉം കൂടെ എത്രയായിരിക്കും 20. അങ്ങനെയാണെങ്കിൽ ഈ 20 20 പാരലൽ ആകുമ്പോൾ വീണ്ടും എത്ര കിട്ടും 10. അപ്പോൾ 10 10 10. അപ്പോൾ ലാസ്റ്റ് RAB ഈക്വൽ ടു 10 പ്ലസ് 10 പ്ലസ് 10 ഈക്വൽ ടു 30 ഓം എന്ന് വരും കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ, ഈ ക്വസ്റ്റ്യൻ ആൻസർ C, 30 ohm. In the circuit shown in the figure, the current in 4 ohm resistance is 1.2 ohm. What is the potential difference between B and C? Current in 4 ohm resistor 1.2 ohm അല്ലേ? ഓക്കെ, നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കറണ്ട് ഡിവിഷൻ ഉപയോഗിക്കാം. I1ന്റെ ഇക്വേഷൻ എന്താ? R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു I. I എന്ന് പറഞ്ഞാൽ മെയിൻ കറണ്ട്, ഈ സർക്യൂട്ടിലുള്ള മെയിൻ കറണ്ട് ആണ് ആര്? ഈ I എന്ന് പറയുന്നത്. I നമുക്ക് കാണാൻ പറ്റും ഈ ഇക്വേഷൻ ഉപയോഗിച്ച്. I1 കൊടുത്തിട്ടുണ്ട്, 4 ഓമിൽ കൂടെയുള്ള കറണ്ട് 1.2 ഈക്വൽ ടു R2, 8 ഡിവൈഡ് ബൈ ആരായിരിക്കും 4 പ്ലസ് 8 ഇൻറ്റു I. 1.2 ഈക്വൽ ടു 8 ബൈ 12 ഇൻറ്റു I. ഓക്കെ, ഇവിടെ 2, ഇവിടെ 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? I ഈക്വൽ ടു 1.2 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2. ഇത് 0.6, 1.8 ആംബിയർ എന്ന് കിട്ടും. ഓക്കെ, ഈ 1.8 ആംബിയർ ആണ് I എങ്കിൽ VB മൈനസ് VC എന്ന് പറയുമ്പോൾ അവിടുത്തെ IR എടുത്താൽ പോരെ. ഈ I എത്രയാണ്? 1.8 ഇൻറ്റു 2 ഈക്വൽ ടു 3.6 വോൾട്ട് ഈസ് ദ ആൻസർ. ഓക്കെ, ഓപ്ഷൻ A. നമ്മൾ ഉപയോഗിച്ച റൂള് കറണ്ട് ഡിവിഷൻ റൂളാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a network shown in the figure, each resistance is 1 ohm. The effective resistance between A and B. ഇത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കറണ്ട് I ആണെങ്കിൽ ഈ കറണ്ടും I. ഇതിലൂടെ പോണ കറണ്ട് I1 കൊടുക്കുകയാണെങ്കിൽ ഇതിലൂടെ പോണ കറണ്ട് I2 എന്ന് പറയുമ്പോൾ ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു കൃത്യമായ എന്തുണ്ട്? ഒരു സിമെട്രി ഉണ്ട്. ഓക്കെ, ഇത് അപ്പുറം ഇപ്പുറം ഒരുപോലെ ഇരിക്കണമുണ്ട്. ഈ സൈഡിൽ കൂടെ വന്ന കറണ്ട് എല്ലാം മറ്റേ സൈഡിൽ കൂടെ കൃത്യമായിട്ട് കടന്നു പോവുകയും ചെയ്യും. ഇത് I1 ആയിരിക്കും, ഇതും ആരായിരിക്കും? I2 ആയിരിക്കും. ഇനി ഇത് നമ്മൾ I3 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതും ആരായിരിക്കും? I3 തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. I3 ഇതിലൂടെ വന്ന് അങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഈ പറഞ്ഞേക്കണ I2 നേരെ ഇങ്ങോട്ടേക്കും പോകുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ ഈ റെസിസ്റ്റേഴ്സിനെ ഒന്ന് വേർപെടുത്താൻ പറ്റും. എങ്ങനെ വേർപെടുത്താൻ പറ്റും? ഇത് കണ്ടോ, 1 ohm 1 ohm 1 ohm 1 ohm 1 ohm 1 ohm എന്ന് പറയുമ്പോൾ A, B എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് ഇതാണ്. I3 എന്ന് പറഞ്ഞ കറണ്ട് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. I2 എന്ന് പറഞ്ഞ കറണ്ടാണ് ഇതിലൂടെയും പോകുന്നത്. ഈ കറണ്ട് ഏതാ? നമുക്കൊരു I4 എന്ന് വിളിക്കാം. ഞാൻ ഈ പറഞ്ഞ സിമെട്രി പ്രകാരം അപ്പുറം ഇപ്പുറം എല്ലായിടത്തും ഒരേപോലത്തെ കറണ്ടല്ലേ വന്നേക്കണേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഞാൻ ചെറുതായിട്ട് ഒരു ആ ജോയിൻ്റ് ഒന്ന് വിടിവിപ്പിച്ചു. അങ്ങനെ വിടിവിച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഇനി ഈസിയായി. ഈ 1ഉം 1ഉം കൂടെ ടെക്നിക്കലി എന്താണ് കേട്ടോ, ഈ 1ഉം 1ഉം കൂടെ പാരലാണ്. അത് കിട്ടും 2. ഈ 2 1 കൂടെ പാരലാകുമ്പോൾ 2 × 1 ഡിവൈഡ് ബൈ 2 + 1 പറയുമ്പോൾ 2/3 കിട്ടും. ഈ 2/3 ഇവിടെ 2 1 ഉണ്ട്. ഈ 2/3 1 + 1 + 2/3 എന്ന് പറയുമ്പോൾ 2 + 2/3 എന്ന് പറയുമ്പോൾ 8/3 എന്ന് കിട്ടും. അപ്പോൾ ഈ മുകളിലെ ഈ വിങ്ങിൻ്റെ മൊത്തം റെസിസ്റ്റൻസ് നമുക്ക് എന്ത് കിട്ടും? 8/3 ഓം എന്ന് കിട്ടും. ഈ താഴെ എത്രയുണ്ട്? ഒരു 112 ഓം ഉണ്ട്. അപ്പോൾ RAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെയുള്ള എത്രയുണ്ട്?
ഇവിടെ ഒരു 2 ohm ഉണ്ട്. ഈ 8/3 2 ohm കൂടെ പാരലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8/3 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 8/3 പ്ലസ് 2. 8/3 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 8 പ്ലസ് 6 അത് എത്ര കിട്ടും? 14/3. അപ്പോൾ 16/3 ഡിവൈഡ് ബൈ 14/3 എന്ന് പറയുമ്പോൾ 8/7 റേഷ്യോയിലേക്ക് പോകും. ഏത് ഓപ്ഷൻ വരും? ഡി. ഓക്കെ, അടുത്ത നമ്മൾ ടോപ്പിക് കഴിഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് EMF ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ സെൽ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ നോക്കാം. ഓരോന്നിനും ഡെഫിനിഷൻസ് നോക്കാം. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ സെൽ when electric current flows through it. Internal resistance of a cell depends upon distance between the electrodes, nature of electrodes, nature of the electrolyte and area of electrolyte ato. Nature of electrolyte, nature of the electrode and area of electrode immersed in a liquid. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഒരു സെല്ലിൽ കൂടെ കറണ്ട് പോകുന്ന സമയത്ത് സെല്ലിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇലക്ട്രോലൈറ്റ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണെന്ത്? ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, EMF ആൻഡ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. EMF നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്റർ നമ്മൾ പറയുന്നത് ഒരു സെല്ല് കണക്ട് ചെയ്യാൻ സമയത്ത് അഥവാ ഓപ്പൺ സർക്യൂട്ടിൽ സെല്ലിൻ്റെ പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പറഞ്ഞ പേരാണെന്ത്? EMF എന്ന് പറയുന്നത്. ഇതൊരു ക്ലോസ് സർക്യൂട്ടിലാണെങ്കിൽ അത് ഏതെങ്കിലും ഉപകരണത്തിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് സെല്ലിൻ്റെ പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ പേരാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. ഓപ്പൺ സർക്യൂട്ടിലാണെന്ത്? EMF. അതുപോലെ ക്ലോസ് സർക്യൂട്ടിലാണെന്ത്? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോൾസ് ഓഫ് എ സെൽ ഇൻ എ ക്ലോസ് സർക്യൂട്ട് ഈസ് കോൾഡ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോൾസ് ഓഫ് എ സെൽ ഇൻ എൻ ഓപ്പൺ സർക്യൂട്ട് ഈസ് കോൾഡ് EMF. ഈ സർക്യൂട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിലെ മൊത്തം റെസിസ്റ്റൻസ് ആരായിരിക്കും? R+R. മൊത്തം കറണ്ട് എന്ന് പറയുമ്പോൾ മൊത്തം EMF ഡിവൈഡ് ബൈ മൊത്തം റെസിസ്റ്റൻസ് ഉള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുമ്പോൾ ഈക്വൽ ടു E/R+R എന്ന് വരും. ഇത് ഇപ്പുറത്തേക്ക് കിട്ടാൽ IR ഈക്വൽ ടു E-IR എന്നും അല്ലെങ്കിൽ V ഈക്വൽ ടു E-IR എന്നും കിട്ടും. എന്ന് കരുതി എല്ലായ്പ്പോഴും ഈ ഇക്വേഷൻ ആവണമെന്നില്ല കേട്ടോ. പല കേസുകൾ നോക്കുക. ഒരു ക്ലോസ് സർക്യൂട്ട് അതിലുള്ള ഇക്വേഷനാണ് V ഈക്വൽ ടു E-IR. ഒരു ഓപ്പൺ സർക്യൂട്ട് ആവുന്ന സമയത്ത് ഇതിൻ്റെ വിൻ്റെ ഇക്വേഷൻ E എന്നായിരിക്കും. ഒരു ചാർജിങ് കേസ് ആവുന്ന സമയത്ത് V ഈക്വൽ ടു E+IR എന്നും ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ V ഈക്വൽ ടു 0 എന്നും വരും. ഈ വാല്യൂസ് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. എല്ലാ സമയത്തും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ E-IR അല്ല. ഈ പറഞ്ഞ കേസുകളിൽ ഈ വ്യത്യാസങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, എക്സ്പ്രഷൻ ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് V ഈക്വൽ ടു IR എന്നുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാമല്ലോ. I ഈക്വൽ ടു E/R എന്നുള്ള ഫോർമുല അറിയാമല്ലോ. ഈ രണ്ട് ഫോർമുലയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടും. R ഇൻറ്റു E/V - 1. ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. സെൽസ് ഇൻ സീരീസ് ആവുന്ന സമയത്ത് സെല്ലിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള EMF കാണാനുള്ള ഫോർമുലയാണ്. കുറേ സെല്ലുകൾ, രണ്ട് സെല്ലുണ്ടെങ്കിൽ ഈക്വാലൻ്റ് ഈക്വൽ ടു എന്തായിരിക്കും? E1 + E2. R ഈക്വാലൻ്റ് ഈക്വൽ ടു R + R2. ഇത് കുറേ സെല്ലുണ്ടെങ്കിൽ E1 + E2 + അങ്ങനെ പോയിട്ട് EN വരെ R ഈക്വാലൻ്റ് ഈക്വൽ കൊടുക്കുക. അതുപോലെ ഐഡൻറ്റിക്കൽ സെല്ലാണെങ്കിൽ NE എന്നും NR എന്നും കൊടുക്കാം. ഓക്കെ, സെൽസിൻ്റെ പാരലൽ കോമ്പിനേഷൻ പറഞ്ഞ സമയത്ത് രണ്ട് സെല്ല് പാരലായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഈക്വാലൻ്റ് ഇക്വേഷൻ ആരായിരിക്കും? E1R2 + E2R1 ഡിവൈഡ് ബൈ R + R2. R ഈക്വാലൻ്റ് എന്നായിരിക്കും R1R2 ഡിവൈഡ് ബൈ R + R2. അതായത് നമുക്ക് അതൊരു കുറേ സെല്ലുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല തന്നവ E ഈക്വാലൻ്റ് ഈക്വൽ ടു E1/R1 + E2/R2 അങ്ങനെ ഈ ഫോർമുല ഉപയോഗിക്കുക. അതേപോലെ R ഈക്വാലൻ്റ് ഈ ഫോർമുല ഉപയോഗിക്കുക. ഇത് ഐഡൻറ്റിക്കൽ സെല്ലാണെങ്കിൽ എത്ര സെല്ലുകൾ ഒരേപോലെ വയ്ക്കുകയാണെങ്കിലും അതിൻ്റെ നെറ്റ് വാല്യൂ E തന്നെയാണ് കിട്ടുക. R ഈക്വാലൻ്റ് ഈക്വൽ ടു R/N കിട്ടും. അപ്പോൾ ഈ ഫോർമുലാസൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തിട്ട് ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, എ സെറ്റ് ഓഫ് n equal resistors, value of R are connected in series to a battery of EMF E and internal resistance R. The current drawn is I. Now n resistors are connected in parallel to the same battery. The current drawn from the battery become 10I. നോക്കട്ടോ, അപ്പോൾ ആദ്യ കേസിൽ കൊടുത്തേക്കണമെന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് n റെസിസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ ഒരു സെല്ല് അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൊടുക്കട്ടോ. എല്ലാത്തിൻ്റെയും വാല്യൂ എത്രയാണ്? R. ഇതിൻ്റെ EMF ഈ ഇന്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂയും R ആണ്. ഈ സമയത്തുള്ള കറണ്ട് I ആണ്.
ഞാൻ ഓൾറെഡി പറഞ്ഞു കറണ്ടിൻ്റെ ഇക്വേഷൻ മൊത്തം ഇ എം എഫ് ഡിവൈഡ് ബൈ മൊത്തം റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇ ഡിവൈഡ് ബൈ ഇത്രയും റെസിസ്റ്റൻസ് ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ എന്താണ് കിട്ടുക? അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ എൻ ആർ എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാൻ പറ്റും? എൻ ആർ പ്ലസ് ആർ അല്ലെങ്കിൽ ഇ ബൈ ആർ ഇൻറ്റു എൻ പ്ലസ് 1 ഒരു ഇക്വേഷൻ കിട്ടി. അടുത്തൊരു കേസിൽ ഈ പറഞ്ഞ സെല്ലുകളെല്ലാം കൂടെ എങ്ങനെ വെച്ചിരിക്കുന്നത്? പാരലായിട്ട് വെച്ചിരിക്കുന്നത്. ആർ 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 ഇത്രയും സെല്ലുകൾ പാരലായിട്ട് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ നെറ്റ് വാല്യൂ എത്ര കിട്ടും? ആർ ബൈ എൻ വരും. ഈ സമയത്ത് ഇതിൽ കൂടെ പോകുന്ന നെറ്റ് കറണ്ട് 10i എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ ആയിരിക്കും 10i ഈക്വൽ ടു മൊത്തം ഇ എം എഫ് എത്രയാണ്? ഇ അല്ലേ? ഇ ഡിവൈഡ് ബൈ ആർ ബൈ എൻ പ്ലസ് ആർ. അപ്പോൾ ഇത് നമുക്ക് ഐ ഈക്വൽ ടു ഇ ഡിവൈഡ് ബൈ ഈ 10 ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 10 മാത്രമല്ല ഒരു ആർ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ 1 ബൈ എൻ പ്ലസ് എന്ത് കിട്ടും? 1 കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2. കമ്പയറിങ് ആരായിരിക്കും? 1 and 2 നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ അപ്പുറം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? രണ്ട് സ്ഥലത്തും ഇ ബൈ ആർ ഉണ്ട്, കട്ടായി കളഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? എൻ പ്ലസ് 1 ഈക്വൽ ടു 10 ഇൻറ്റു 1 ബൈ എൻ പ്ലസ് 1 വരും കേട്ടോ. അതായത് എൻ പ്ലസ് 1 ഈക്വൽ ടു 10 ബൈ എൻ പ്ലസ് 10 അല്ലേ? അപ്പോൾ എന്ത് മാറ്റിയത് കിട്ടും? എൻ മൈനസ് 10 ബൈ എൻ ഈക്വൽ ടു 9 എന്ന് വരും. അല്ല ഏത് വാല്യൂ കൊടുത്താൽ എൻ്റെ വാല്യൂ കിട്ടുക? നമുക്ക് എൻ്റെ വാല്യൂ 10 കൊടുത്തു നോക്കാം. അപ്പോൾ 10 കൊടുത്തു കഴിഞ്ഞാൽ 10 മൈനസ് 10 ബൈ 10 ഈക്വൽ ടു 9 അല്ലേ? അപ്പോൾ എൻ്റെ വാല്യൂ എന്ത് കിട്ടി? 10. ഒരു കോമൺ സെൻസിൽ ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ അത് കോൺട്രാഡിക്കേഷനായിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിനേക്കാൾ നല്ലത് ഇതിൽ പറഞ്ഞ ഏതെങ്കിലും വാല്യൂ ഇട്ട് കൊടുക്കുന്നത് നന്നാവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Internal resistance of a 2.1 volt cell which gives a current 0.2 ampere through a resistance of 10 ohm is. Internal resistance of a cell ആണ് കാണേണ്ടത്. 2.1 volt cell ആണ് കാണേണ്ടത് കേട്ടോ. ആലോചിച്ച് നോക്കാം. ഒരു 2.1 volt സെൽ ഉണ്ട്. ഇത് ഇ എം എഫ് ആയിരിക്കും. ഓക്കെ, ഇതിന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 0.2 ആംബിയർ ആണ്. ഇതിന് ഇന്നർ റെസിസ്റ്റൻസ് വരണ്ടാവും കേട്ടോ. 0.2 ആംബിയർ ഉണ്ടാവും ഇന്നർ റെസിസ്റ്റൻസ് ആറ്. ഇവിടുത്തെ ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ohm. ഓക്കെ, എന്താണ് കാണേണ്ടത്? ഇന്നർ റെസിസ്റ്റൻസ് അല്ലേ കാണേണ്ടത്. ഐൻ്റെ ഇക്വേഷൻ എന്താ? ഇ ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ എന്നല്ലേ വരിക. അപ്പോൾ ഈ ഫോമുല കൊടുത്തു കഴിഞ്ഞാൽ 0.2 ഈക്വൽ ടു ഇ 2.1 ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ 10 പ്ലസ് ആർ എന്ന് കൊടുത്തു. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 2 പ്ലസ് 0.2 ആർ ഈക്വൽ ടു 2.1 വന്നു. അപ്പോൾ 0.2 ആർ ഈക്വൽ ടു 0.1 വന്നു. ആർ ഈക്വൽ ടു 0.1 ബൈ 0.2 1/2 അല്ലെങ്കിൽ 0.5 എന്ന് കിട്ടി. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two batteries, one of EMF 18 volt and internal resistance 2 ohm and other of EMF 12 volt and internal resistance 1 ohm are connected as shown. The voltmeter V will record a reading of. Okay, voltmeter reading ആണ് നമ്മൾ കാണേണ്ടത്. ഈ രണ്ട് സെല്ലുകളും ടെക്നിക്കലി പാരലാണ്. അപ്പോൾ നമുക്കൊരു പാരലൽ കോമ്പിനേഷൻ കണ്ടു നോക്കാം. ഈ പാരലിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? E1 R2 പ്ലസ് E2 R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. രണ്ടുപേരും പാരലാണല്ലോ. ഈ രണ്ട് സെല്ലുകളും ടെക്നിക്കലി എന്താണ്? പാരലാണ്. പാരലാണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ ഇ പി, റെസിസ്റ്റൻസ് ആർ പി. അപ്പോൾ അതായിരിക്കും ആ വോൾട്ട്മീറ്റർ മെഷർ ചെയ്യുക. അപ്പോൾ ഈ പിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം കേട്ടോ. എന്താണ് ഈ പിൻ്റെ ഇക്വേഷൻ? E1 18 ഇൻറ്റു 1 പ്ലസ് സെല്ലുകൾ സെയിം ഡയറക്ഷൻ അല്ലേ, അല്ലെങ്കിൽ മൈനസ് വരും. സെയിം ഡയറക്ഷനാണ്, മാറ്റം വരില്ല. 12 ഇൻറ്റു 2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 1 പ്ലസ് 2 18 പ്ലസ് 24 ഡിവൈഡ് ബൈ 3.
24 8 34 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 42/3 അല്ലേ? 42/3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 14 വോൾട്ട്. ഓക്കെ, ഓപ്ഷൻ ഡി 14 വോൾട്ട് കേട്ടോ. 12 അല്ല കാണിക്കുക, 18 അല്ല കാണിക്കുക, 14 വോൾട്ട് എന്നാണ് ഇവിടെ കാണിക്കുക. ഓക്കെ, next question. Two cells having same EMF are connected in series through external resistance R. Cells have inner resistance R1 and R2 respectively when the circuit is closed. The potential difference across the first cell is 0. The value of R is equal to. Okay. രണ്ട് സെല്ലുണ്ട് ഹാവിങ് സെയിം EMF ആർ കണ്ടന്റ് സീരീസ് ത്രൂ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R. കേട്ടോ, ഇതിൻ്റെത് R1, ഇതിൻ്റെ R2, EMF E, EMF E. ഇതിൽ R1 R2നേക്കാളും കൂടുതലാന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകമായ കാര്യം എന്താ വെച്ചാൽ ഈ ഫസ്റ്റ് സെല്ലിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. അപ്പോൾ അതൊന്ന് എടുക്കുകയാണെങ്കിൽ V ഈക്വൽ ടു E മൈനസ് IR എന്നുള്ള ഇക്വേഷൻ പറയുമ്പോൾ 0 ഈക്വൽ ടു E മൈനസ് 0 പോണ കറണ്ട് I ആണെങ്കിൽ മൈനസ് I ഇൻറ്റു R1 എന്ന് വരും. അപ്പോൾ IR1 ഈക്വൽ ടു E എന്നും I ഈക്വൽ ടു എന്ത് വരും? I ഈക്വൽ ടു E/R1 എന്നൊരു ഫോമിൽ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് മൊത്തം ഇക്വേഷൻ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം EMF ഡിവൈഡ് ബൈ മൊത്തം റെസിസ്റ്റൻസ് ഉള്ള ഫോമിൽ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ആ ഫോമിൽ ഉപയോഗിക്കുകയാണെങ്കിൽ E ഡിവൈഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R എന്നൊരു ഫോമിലയും കൂടെ കറണ്ടിന് വേറെ ഉപയോഗിക്കാം. ഇത് രണ്ടും കൂടെ കമ്പയറിങ് എന്തായിരിക്കും? 1 and 2 നമുക്ക് എന്ത് കിട്ടും? E/R1 ഈക്വൽ ടു E ഡിവൈഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R എന്ന് വരും. ഓക്കെ, ആ മൊത്തം EMF രണ്ടെണ്ണം വരുമ്പോൾ 2E എന്ന് വരും കേട്ടോ. 2E ഡിവൈഡ് എന്ന് വരും. ഈ കട്ടായി പോയി കഴിഞ്ഞാൽ ഇതെന്ത് കിട്ടും? R1 പ്ലസ് R2 പ്ലസ് R ഈക്വൽ ടു 2R1. ഇത് അപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ R1 മൈനസ് R2 ഈക്വൽ ടു R എന്ന് കിട്ടും. അപ്പോൾ Rൻ്റെ വാല്യൂ എത്രയായിരിക്കും? R1 മൈനസ് R2. ഓക്കെ, cell having EMF E and inner resistance R is connected across a variable external resistance R. As the resistance R is increased, the plot of potential difference across R is given by. പൊട്ടൽ ഡിഫറൻസിൻ്റെയും ആറിൻ്റെ ഇക്വേഷൻ എന്താ? V ഈക്വൽ ടു E മൈനസ് IR. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൈനസ് IR പ്ലസ് E എന്ന് കൊടുക്കുക. Y ഈക്വൽ ടു MX പ്ലസ് C എന്ന് പറയുമ്പോൾ ഇവിടെ വൈയുടെ സ്ഥാനത്ത് ആര് വന്നിരിക്കുന്നു? V. ഓക്കെ, എക്സിൻ്റെ സ്ഥാനത്ത് ആര് വന്നിരിക്കുന്നു? R. എമ്മിൻ്റെ സ്ഥാനത്ത് ആര് വന്നിരിക്കുന്നു? മൈനസ് I. അപ്പോൾ സ്ലോപ്പ് നെഗറ്റീവാണ്. Y ഇൻ്റർസെപ്റ്റ് C എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് Y ഇൻ്റർസെപ്റ്റ് ഉള്ള നെഗറ്റീവ് സ്ലോപ്പുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോണത് വിയുടെയും ആറുടെയും ഗ്രാഫാണ്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? നെഗറ്റീവ് സ്ലോപ്പുള്ള പോസിറ്റീവ് Y ഇൻ്റർസെപ്റ്റ് ഉള്ള ഗ്രാഫ്. ഇങ്ങനെ ഗ്രാഫാണ് വരേണ്ടത് കേട്ടോ. ഓക്കെ, അതിലുള്ള ഗ്രാഫ് ഏതായിരിക്കും? ഓപ്ഷൻ ബി. ഓക്കെ, കിർച്ചോഫ്സ് ലോ ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ്. കിർച്ചോഫിന് മെയിനായിട്ട് രണ്ട് ലോ ഉണ്ട്. കിർച്ചോഫ്സ് കറണ്ട് റൂൾ ആൻഡ് കിർച്ചോഫ്സ് വോൾട്ടേജ് റൂൾ. KCLും KVLും, അല്ലെങ്കിൽ കറണ്ട് റൂൾ അഥവാ ജംഗ്ഷൻ റൂൾ, വോൾട്ടേജ് റൂൾ അഥവാ ലൂപ്പ് റൂൾ. ഓക്കെ, അപ്പോൾ ആദ്യം പറയാൻ വേണ്ടി പോണത് കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂളാണ്, ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞത്. ഓൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഇൻ എ ക്ലോസ് സർക്യൂട്ട് ഈസ് 0. ഒരു ജംഗ്ഷനിലേക്ക് വന്ന കറണ്ട് ഈക്വൽ ടു ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്ത കറണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ I ഈക്വൽ ടു എന്തായിരിക്കും? 0 എന്നായിരിക്കും. ഇപ്പോൾ I1 I2 I3 വന്നിട്ടുണ്ട്. ഓക്കെ, I4ഉം I5ഉം I1 ലീവ് ചെയ്യാണ്. അപ്പോൾ വന്ന കറണ്ട് ഈക്വൽ ടു പോയ കറണ്ട് എഴുതി ഇപ്പുറത്തേക്ക് എഴുതുമ്പോൾ എല്ലാ കറണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ വന്ന കറണ്ട് പ്ലസ് ആയിട്ടും പോയ കറണ്ട് മൈനസ് ആക്കി എടുക്കുകയാണെങ്കിൽ
എല്ലാം കൂടെ എടുക്കുമ്പോൾ ഡെൽറ്റ ഐ എന്തായിരിക്കും 0 ആയിരിക്കും. ടോട്ടൽ കറണ്ട് എൻ്ററിങ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ് ഫ്രം ദ ജംഗ്ഷൻ. ഓക്കെ, കിർച്ചോഫ് സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞ സമയത്ത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എനി ക്ലോസ് സർക്യൂട്ട് ഓഫ് എൻ ഇലക്ട്രിക് സർക്യൂട്ട് ഓൾജിബ്രൈസ് സം ഓഫ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു ഓൾജിബ്രൈസ് സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദം. ഐ ആർ ഈക്വൽ ടു എന്തായിരിക്കും ഇ ആർ എന്നായിരിക്കും. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. മൊത്തം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു എന്തായിരിക്കും 0 കൊടുക്കുക. എല്ലാ ഇ എം എഫിൻ്റെയും എല്ലാ ഐ ആറിൻ്റെയും കൂടെ സമ്മ് 0 ആയിരിക്കും. ഇങ്ങനെ പഠിച്ചാൽ മതി. ഇതിൽ ഇ എം എഫിന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ നമ്മൾ ഒരു സെല്ല് നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ലൂപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ് പോകണമെങ്കിൽ ആ ഇ എം എഫ് എന്താക്കി എടുക്കണം, നെഗറ്റീവായിട്ടും. കറണ്ട് ഡയറക്ഷനാണ് നമ്മൾ പോകുമ്പോൾ റെസിസ്റ്റൻസ് കാണാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ഐ ആർ പറയാൻ പറ്റും, വോൾട്ടേജ് ഡ്രോപ്പ്. കറണ്ട് ഡയറക്ഷൻ നമ്മൾ എടുക്കുന്ന ലൂപ്പിന് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഐ ആർ മൈനസും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും പ്ലസും ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉപയോഗിച്ചിട്ട് ഒരുപാട് പ്രോബ്ലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സെല്ലാണെങ്കിൽ എന്ത് ചെയ്യണം, ലൂപ്പിൽ നമ്മൾ പോകുന്ന ഡയറക്ഷൻ പറയുമ്പോൾ നെഗറ്റീവ് നിന്ന് പോസിറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. ഐ ആർ പറയുമ്പോൾ സെയിം ഡയറക്ഷനാണ് കറണ്ടെങ്കിൽ എന്തായിരിക്കും മൈനസ് ഐ ആറും, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കറണ്ടെങ്കിൽ പ്ലസ് ഐ ആർ എന്നും ആയിരിക്കും. ഓക്കെ, കിർച്ചോഫിൻ്റെ മെഷ് റൂൾ ഇവിടെ ഈ ഫിഗറിൽ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാവും. നോക്കട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ലൂപ്പ് എടുത്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ നോക്കോളൂ. ഈ ലൂപ്പ് എടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ലൂപ്പ് കേട്ടോ. ഈ ലൂപ്പ് എടുക്കുന്ന സമയത്ത് ഇത് I2, ഓക്കെ, ഇത് I1. അപ്പോൾ ഈ കറണ്ട് എങ്ങനെ പറയാൻ പറ്റുക, I1 പ്ലസ് I2, I1 I2 വരെയല്ലേ. അപ്പോൾ ഈ ലൂപ്പ് നമ്മൾ എടുക്കട്ടെ. ഈ ഞാൻ സെലക്ട് ചെയ്ത ലൂപ്പിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ I1 പ്ലസ് I2 കറണ്ട് പോണത് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് I1 പ്ലസ് I2 പ്ലസ് ആർ. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ കൂടെ പോണ കറണ്ട് ഏതാണ്, ഇതിൽ കൂടെ പോണ കറണ്ട് എന്ന് പറഞ്ഞാൽ I2 ആണല്ലോ, I2. ഇപ്പോൾ ഇവിടെ ആരുണ്ട്, ഒരു I2 R2 വരും. പക്ഷെ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് I2 R2. നെഗറ്റീവ് നിന്ന് പോസിറ്റിലേക്ക് വരുമ്പോൾ പ്ലസ് E2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി മുകളിലെ ലൂപ്പ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ലൂപ്പ് എടുത്ത് വരച്ചു കേട്ടോ. ഈ ലൂപ്പ് എടുത്തു, ഈ മുകളിൽ ലൂപ്പ്, ഈ ലൂപ്പ് 1, ഈ ലൂപ്പ് 2. അപ്പോൾ ലൂപ്പ് 1 ഞാൻ ഇപ്പോൾ എടുത്തു. ലൂപ്പ് 2 പറഞ്ഞ സമയത്ത് അതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് താഴെ നിന്ന് പോകണമെങ്കിൽ സെയിം ഡയറക്ഷൻ കറണ്ട് ആയതുകൊണ്ട് മൈനസ് I1 പ്ലസ് I2 ഇൻറ്റു ആർ. പിന്നെ ഈ I1 ഇതിൽ കൂടെ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, ഇതിൽ കൂടെ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് I1 ആരായിരിക്കും മൈനസ് I1 ഇൻറ്റു R1. നെഗറ്റീവ് നിന്ന് പോസിറ്റിലേക്ക് പ്ലസ് E1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതാണ് മൊത്തം വോൾട്ടേജ് ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി, 0 എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എഴുതിയാൽ കേട്ടോ. മൊത്തം ഓൾജിബ്രൈസ് സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ ക്ലോസ് ലൂപ്പ് ഈസ് 0 എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, in a circuit shown in the figure, potential at a point is A is taken to be 0, potential at a point B is. Okay, എയിലെ പൊട്ടൻഷ്യൽ എന്ത് കൊടുത്തിട്ടുണ്ട്, 0 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ 0 വോൾട്ട്. ഇതിന് ഈ എക്കും ഈ പോയിന്റിന് ഇടയ്ക്ക് 1 വോൾട്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പോയിന്റിൽ വെറുതെ 1 വോൾട്ട് എന്ന് കൊടുക്കാൻ പോകും. അപ്പോഴല്ലേ 1 വോൾട്ട് ഡിഫറൻസ് വരുള്ളൂ. കാരണം ഇത് സെല്ലിൻ്റെ നെഗറ്റീവും ഇത് പോസിറ്റീവാണ്. ഈ ഭാഗം ഹയർ പൊട്ടൻഷ്യൽ ആയിരിക്കണം മറ്റേ ഭാഗത്തേക്കാളും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവിടെ 0 കൊടുത്തതുകൊണ്ട് അവിടെ 1 വോൾട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഇത് 2 വോൾട്ടാണ് ഈ സെല്ലിരിക്കുന്നത്. ഈ പോയിന്റിലെ ഈ പൊട്ടൻഷ്യൽ 1 വോൾട്ട് അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 1 ആംപിയർ കറണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, 1 ആംപിയർ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ 2 ആംപിയർ ഇങ്ങോട്ട് പോകുന്നുണ്ട്, 1 ആംപിയർ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയായിരിക്കണം, ഒരു 1 ആംപിയർ ആയിരിക്കണം. കിർച്ചോഫിൻ്റെ കറണ്ട് റൂൾ പ്രകാരം 1 ആംപിയർ വന്നാൽ മാത്രമേ ഈ 1 ആംപിയറും ഈ 1 ആംപിയറും ചേർത്തിട്ട് ഒരു 2 ആംപിയറിന് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 1, 2 എന്ന് കിട്ടിയ സ്ഥിതിക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്, 1 × 2 2 വോൾട്ടാണ്. അപ്പോൾ ഈ പോയിന്റിൽ ഇത് 2 വോൾട്ട് എന്ന് വന്നിരിക്കണം അല്ലേ. ഇവിടെ 1 വോൾട്ടാണ്. അപ്പോൾ ഡിഫറൻസ് എത്ര വരണം, ഇവിടെ 3 വോൾട്ടാണ് കേട്ടോ. ഇവിടെ 3 വോൾട്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ 3 - 1 = 2 വോൾട്ട് ഡിഫറൻസ് വരും. കാരണം നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി, ഈ പോയിന്റ് സി, ഈ പോയിന്റ് ഡി എന്ന് കൊടുക്കുകയാണെങ്കിൽ
വി സി മൈനസ് വി ഡി എന്ന് പറയുമ്പോൾ 1/2 ആണ് അല്ലേ? വി സി മൈനസ് വി ഡി എന്ന് പറയുമ്പോൾ 1/2 ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ വി ഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? വി സി മൈനസ് 1 = 2. അപ്പോൾ വി സി ഈക്വൽ ടു എത്രയായിരിക്കും? 3 വോൾട്ട് എന്ന് പറയണ്ടേ? അങ്ങനെയാണ് 3 കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ വി ബി കാണണം. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ വി സി മൈനസ് വി ബി ഈക്വൽ ടു 2 വോൾട്ടാണ്. വി സി വോൾട്ട് കണ്ടുപിടിച്ചു. 3 മൈനസ് വി ബി ഈക്വൽ ടു 2 വോൾട്ട്. അപ്പോൾ വി ബി എത്രയായിരിക്കും? 1 വോൾട്ട്. ഓപ്ഷൻ ഡി. ഓക്കെ, ഇങ്ങനെ കണ്ടാൽ മതി. എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ. നെക്സ്റ്റ്, 2 batteries EMF 4 volt and 8 volt with inner resistance 1 ohm and 2 ohm are connected in circuit with resistance 9 ohm as shown in the figure. The current and potential difference between the points P and Q. കറണ്ട് കാണണം, പൊട്ടൽ ഡിഫറൻസ് കാണണം കേട്ടോ. ഇപ്പോൾ ഈ സർക്യൂട്ടിലെ കറണ്ട് എന്ന് പറയുമ്പോൾ മൊത്തം ഇ എം എഫ് 8ഉം 4ഉം ഓപ്പോസിറ്റ് ആയതുകൊണ്ട് 8 - 4 ഡിവൈഡ് ബൈ 1 + 2 + 9 ഇത് എത്ര കിട്ടും? 4 ഡിവൈഡ് ബൈ 12 ഈക്വൽ ടു 1/3 എന്ന് കിട്ടി. ഓക്കെ, കറണ്ട് ആൻഡ് പൊട്ടൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് പി ആൻഡ് ക്യൂ ആണ് കണ്ടത്. ഇനി എന്ത് കാണാം നമുക്ക്? പി ആൻഡ് ക്യൂവിൻ്റെ പൊട്ടൽ ഡിഫറൻസ്. നമുക്ക് ഈ ലൂപ്പ് ഇങ്ങനെ എടുക്കാം കേട്ടോ, ഇങ്ങനെ എടുക്കാം ഈ ലൂപ്പ്. അപ്പോൾ ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഈ വഴിക്ക് വരാൻ വേണ്ടി പോകണം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ വി പി ഇതിൽ കൂടെ ഏത് കറണ്ട് പോകുന്നുണ്ട്? ഇങ്ങനെ ഇങ്ങനെ എന്ത് പോകുന്നുണ്ട്? ഒരു 1/3 ആംപിയർ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ലൂപ്പ് ഞാൻ ഈ വഴിക്ക് എടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റേ വഴിയിൽ എടുക്കണത്. ഇല്ല, അപ്പോൾ ഒരു 9 ohm മാത്രമേ ഉള്ളൂ. വി പി സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് -1/3 × 9 ലാസ്റ്റ് ഈക്വൽ ടു വി ക്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ വി പി -3 ഈക്വൽ ടു വി ക്യൂ എന്നും വരും. വി പി മൈനസ് വി ക്യൂ ഈക്വൽ ടു 3 എന്നും കിട്ടും. ഓക്കെ, 1/3 ആംപിയർ ആൻഡ് 3 വോൾട്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഒരു ലൂപ്പ് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഒരു ലൂപ്പിൽ നോക്കട്ടോ. ഇപ്പോൾ ഒരു സെല്ല് ഇവിടെ ഉണ്ട്, റെസിസ്റ്റൻസ്, ഒരു സെല്ല് ബി. ഓക്കെ, ഇത് 5 വോൾട്ട്, ഇതിൽ കൂടെ പോണ കറണ്ട് 1 ആംപിയർ, 3 ohm, 15 വോൾട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പോൾ വി എ മൈനസ് വി ബി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതൊരു ഓപ്പൺ സർക്യൂട്ട്, ക്ലോസ് സർക്യൂട്ടാണ്. കാരണം കറണ്ടുള്ള സർക്യൂട്ട് ക്ലോസ് സർക്യൂട്ട് ആയിക്കല്ലോ. അതിൻ്റെ ഒരു പോർഷനാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വി എ ഈ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ചാടുമ്പോൾ നമ്മളിങ്ങനെ പോകുന്നുണ്ടോ, പോസിറ്റീവ് നെഗറ്റീവ് ചാടുമ്പോൾ അത്രയ്ക്കും -5. സെയിം ഡയറക്ഷനിൽ കറണ്ട് ഉള്ളതുകൊണ്ട് ആ ഇ ആർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അത്രയ്ക്കും -1 × 3 നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് ചാടുമ്പോൾ +15 ഈക്വൽ ടു വി ബി എന്ന് വരും. അഥവാ വി എ -5 -3 +15 ഈക്വൽ ടു വി ബി എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കിട്ടും? വി നോക്കട്ടോ, ഇവിടെ ഈക്വൽ ടു എന്ത് വരും? വി ബി എന്ന് വന്നു. അപ്പോൾ ഇവിടെ -5 + 15 എന്ന് പറയുമ്പോൾ 10 വരും. 10 - 3 എന്ന് പറയുമ്പോൾ 7 വരും. അപ്പോൾ വി എ +7 ഈക്വൽ ടു വി ബി എന്ന് വരും. അപ്പോൾ വി എ മൈനസ് വി ബി എന്തായിരിക്കും? -7. ഇങ്ങനെയാണ് നമ്മൾ ഇത്തരം ഒരു പോർഷനായിട്ട് ചോദ്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു എക്സാമ്പിൾ കാണിച്ചാണ്. ഇതേ ട്രിക്കാണ് ഞാൻ ഇവിടെ എടുത്തത്. ഈ വഴിക്കും നമുക്ക് എടുക്കാം, ഇങ്ങനെയും നമുക്ക് എടുക്കാം. അതുപോലെ അഥവാ മനസ്സിലായില്ലേ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ പോവാം, ഇപ്പുറത്തൂടെ പോവാം. അപ്പോൾ ആൾ കുറഞ്ഞ വഴി എടുക്കുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കിർച്ചോഫ്സ് ജംഗ്ഷൻ ലോ ഫോളോസ് ഫ്രം ദ കൺസർവേഷൻ ഓഫ് ചാർജ്. യെസ്, കിർച്ചോഫിൻ്റെ ജംഗ്ഷൻ റൂള് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. കിർച്ചോഫ്സ് ലൂപ്പ് ലോ ഫോളോസ് ഫ്രം ദ കൺസർവേഷൻ ഓഫ് എനർജി. രണ്ടും കറക്റ്റ് ആണ്. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. See the electric circuit shown in the figure. Which of the following equation is correct equation for it? Okay, നമുക്ക് ഒന്ന് ഈ പറഞ്ഞേക്കണ ലോ അപ്ലൈ. I1 I2 കാണുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ പോണ കറണ്ട് ആരായിരിക്കും? I1 + I2 മാർക്ക് ചെയ്തു. നമുക്ക് ഈ ലൂപ്പ് എടുത്ത് നോക്കാം കേട്ടോ. ഈ ലൂപ്പ് ഒന്ന് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഈ E1 പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ആയതുകൊണ്ട് -E1. ഓക്കെ, ഇവിടെ പോണ കറണ്ട് I1 ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് പ്ലസ് ആരായിരിക്കും? I1 R1 പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് +E2
പിന്നെ നമ്മൾ ലൂപ്പിൽ ഇങ്ങനെ വരുമ്പോൾ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് -I2R2 = 0. അത് വൃത്തിയാക്കി എന്ത് കിട്ടും? E2 - E1 E2 - E1 -I2R2 പ്ലസ് I1R1 = 0 എന്നാണ് കിട്ടുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൽ ഇല്ല കേട്ടോ. E2 ഈ ഓപ്ഷൻ എയിൽ ഒരു മൈനസ് സൈൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇതിങ്ങനെ കിടക്കണോണ്ട് ശരിയല്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ലൂപ്പ് നോക്കാം. ഏത് ലൂപ്പ് നോക്കാം? ഈ ലൂപ്പ് നോക്കാം കേട്ടോ. ഈ ലൂപ്പ് 2 നോക്കാം. ലൂപ്പ് 2 നോക്കുന്ന സമയത്ത് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് -I1 + I2 × R, പിന്നെ മൈനസ് സെയിം കറണ്ട് I1 അല്ലേ, I1 സ്മോൾ I ഉപയോഗിച്ചോളൂ പറയട്ടെ നോക്കട്ടോ. അപ്പോൾ ഈ കറണ്ട് എത്രയാണ്? ഈ കറണ്ട് I1 കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ പോണ കറണ്ട് എത്രയാണ്? I1 + I2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ -I1 + I2 × R -I1R1 + E1 = 0. ഓക്കെ, E1 -I1 + I2 × R -I1R1 = 0. അപ്പോൾ ഏത് ഓപ്ഷൻ വരും? ഡി ആണ് കറക്റ്റ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A student measure the terminal potential difference V of a cell as a function of current I flowing through it. The slope intercept of the graph between V and I. നേരത്തെ നമ്മൾ വരച്ച പോലെ തന്നെ V = എന്തായിരിക്കും? E - IR. V = -RI + E. Y = MX + C എന്ന് കൊടുക്കുമ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് -R എന്നും സിൻ്റെ സ്ഥാനത്ത് +E എന്നും വന്നു അല്ലേ? -R ഉം E. ഓപ്ഷൻ എ. Potential difference between the terminals of a cell in an open circuit is 2.2 volt. A resistor 5 ohm is connected across terminals of the cell. Potential difference between the terminals of the cell found to be 1.8 volt. The internal resistance of the cell. Internal resistance ന്റെ ഫോർമുല ഉണ്ട്, E/V - 1 × R. ഇത് മുമ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ ഫോർമുല പഠിച്ചാൽ മതി. അപ്പോൾ ഇൻ്റെ വാല്യൂ എത്രയാണ്? 2.2 / 1.8 - 1 × 5. ഓക്കെ, എത്ര കിട്ടും? 2.2 - 1.8 1/1.8 × 5. 2.2 - 1.8 എത്രയായിരിക്കും? 0.4/1.8 × 5. ഇതൊരു 4/18 × 5 എന്നൂടെ മാറ്റിയാൽ 2/9 × 5 നമുക്ക് എത്ര കിട്ടും? 10/9 എന്ന് കിട്ടും. ഓപ്ഷൻ ബി കേട്ടോ, 10/9. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ, ഇത് നെക്സ്റ്റ് ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. പവറിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. റെസിസ്റ്റൻസിൻ്റെ കേസ് ആകുമ്പോൾ V²/R I²R എന്നുള്ള ഇക്വേഷനൊക്കെ ഉപയോഗിക്കാം. ആ ഇക്വേഷനെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, പിന്നെ ഇത് റെസിസ്റ്റൻസ് ആർ കണ്ടെയ്ൻഡ് ഇൻ സീരീസ്. പൊട്ടൻഷ്യൽ ആൻഡ് പവർ കൺസ്യൂംഡ് വിൽ ബി മോർ ഇൻ ദ ഹയർ റെസിസ്റ്റൻസ്. If the resistance are contained in parallel, current and power consumed will be more in the smaller resistance. Okay, അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പം നോക്കട്ടോ, സീരീസ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് പവറിൻ്റെ എഫക്റ്റീവ് വാല്യൂ കാണാൻ നോക്കാം. സീരീസ് ആക്കി വയ്ക്കുമ്പോൾ ഉപകരണങ്ങളുടെ പവർ കുറയാണ് ചെയ്യുക. അപ്പോൾ 1/PS = 1/P1 + 1/P2 + 1/P3. n റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ 1/P1 + 1/P2 + 1/P3 up to 1/Pn. PS = എന്തായിരിക്കും? P/n. എഫക്റ്റീവ് പവർ കുറയുക ചെയ്യുക. റെസിസ്റ്റൻസിൻ്റെ പാരലിൻ്റെ പോലെയാണ് പവറിൻ്റെ സീരീസ് കേട്ടോ.
ഇനി പാരലൽ ആകുമ്പോൾ തിരിച്ചാണ്, പാരലായിട്ടാണ് എല്ലാ ഉപകരണങ്ങളും കണക്ട് ചെയ്യേണ്ടത്. ഉപകരണങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ പവർ കൺസംഷൻ കൂടുകയാണ് ചെയ്യുക. സോ പി പാരലൽ ഈക്വൽ ടു P1 പ്ലസ് P2 അപ് ടു P3. ഓക്കെ, എല്ലാം കൂടെ ആഡ് ചെയ്യുക. പി പാരലൽ ഈക്വൽ ടു എന്തായിരിക്കും? NP എന്ന് വരും. ഓക്കെ, ഫ്യൂസ് വയർ. A fuse wire is a conducting alloy made of tin and copper wire. It has a high resistivity and low melting point. It protects the circuit from strong currents. When a high current flows, the fuse wire melts and breaks circuit. അപ്പോൾ ഉപകരണങ്ങൾക്ക് മുമ്പിലായിട്ട് സീരീസ് ആയി കണക്ട് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ് ഫ്യൂസ് വയർ. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കേട്ടോ. 6 similar bulbs are connected in as shown in the figure with the DC source of EMF E and 0 inner resistance. The ratio of power consumption by the bulbs all are glowing in the first situation. When 2 from section A and 1 from section B are glowing will be. പവറിൻ്റെ റേഷ്യോനെ വെച്ചാണ്. അപ്പോൾ ഇതിൻ്റെ പവർ പി 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 പി. അപ്പോൾ ഇവിടെ 3 ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതിൻ്റെ പവർ എത്രയായിരിക്കും? പാരലാകുമ്പോൾ 3P എന്നും ഇത് പാരലാകുമ്പോൾ എത്ര വരും? 3P എന്നും വരും. അപ്പോൾ ഈ ഫസ്റ്റ് കേസിൽ പി എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രണ്ടും കൂടെ സീരീസ് ആണ്. സീരീസ് ആകുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? സീരീസ് ആകുമ്പോൾ P/N ആണ് വരിക. അപ്പോൾ 3P/N ആരായിരിക്കും? 2. അപ്പോൾ 3/2P എന്ന് വരും. നമ്മൾ പി സീരീസിൻ്റെ ഇക്വേഷൻ എന്താ? P/N അല്ലേ വരിക. ഇവിടെ പിയുടെ സ്ഥാനത്ത് 3P ആണ് വന്നിരിക്കുന്നത്. 2 ഉണ്ട്. അപ്പോൾ /2 അടിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ സ്ഥാനത്ത് 2 വന്നു. അങ്ങനെയാണ് 3P/2 വന്നത്. രണ്ടാമത്തെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആര് പോയി നോക്കട്ടോ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻ ദ സിറ്റുവേഷൻ 2 ഫ്രം സെക്ഷൻ എ, അത് ഒരെണ്ണം ഇവിടെ നിന്ന് പോയി. ആൻഡ് 1 ഫ്രം സെക്ഷൻ ബി ആർ ഗ്ലോയിങ്, ഇവിടെ 2 പോയി. അപ്പോൾ പിന്നെ ഇതിൽ ആര് മാത്രമേ ബാക്കിയുള്ളൂ? ഒന്നിൽ 2Pയും മറ്റതിൽ Pയും മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു കേസ് പറഞ്ഞ സമയത്ത് P2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു സൈഡിൽ എത്രയാണ്? ഒരു സൈഡിൽ 2 ഉണ്ട്. അപ്പോൾ 2P എന്നും മറ്റേ സൈഡിൽ ആരാ വരിക? P, ഒരെണ്ണം ഉള്ളൂ P. അപ്പോൾ അത് പാരലൽ ആയതുകൊണ്ട് നമ്മുടെ P1 P2 ഡിവൈഡ് ബൈ P1 പ്ലസ് P2 ഫോമിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 2P ഇൻറ്റു P ഡിവൈഡ് ബൈ P പ്ലസ് 2P പ്ലസ് P എന്ന് പറയുമ്പോൾ 2/3P എന്നും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത്. അങ്ങനെ P1/P2 ഈക്വൽ ടു 3P/2 ഡിവൈഡ് ബൈ 2/3/P എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? ഈ 3 മുകളിൽ പോയാൽ 9/4 എന്ന് കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, അതായത് B, 9/4. Okay, the charge flowing through a resistance R with the time t as Q equal to AT minus BT square, where A and B are positive constant. Total heat produced in R is. ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? ഈ ചാർജിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. Q ഈക്വൽ ടു AT മൈനസ് BT സ്ക്വയർ. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? dQ/dt എന്ന് പറയുമ്പോൾ A മൈനസ് 2BT എന്ന് കിട്ടും. ഇതാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ കേട്ടോ. കറണ്ട് ഉള്ളപ്പോൾ മാത്രമേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈം T കൊടുത്തു കഴിഞ്ഞാൽ I ഈക്വൽ ടു എന്ത് വരും? A എന്നും കിട്ടും. ഓക്കെ, അതുപോലെ I ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? A മൈനസ് 2BT ഈക്വൽ ടു 0 എന്നും 2BT ഈക്വൽ ടു A എന്നും T ഈക്വൽ ടു A/2B എന്നും കിട്ടും. അപ്പോൾ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ കറണ്ട് ഉണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കറണ്ട് 0 ആവുന്ന സമയമാണ് A/2B. അപ്പോൾ കറണ്ട് 0-നും A/2Bക്ക് ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഹീറ്റിൻ്റെ ഇക്വേഷൻ DH ഈക്വൽ ടു I²RT എന്നാണ് പറയുക. I²R/dt കേട്ടോ. ഒരു ചെറിയ സമയത്തുണ്ടാവുന്ന ഹീറ്റ് എനർജി. ഇത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മൊത്തം കിട്ടും. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യുക 0 to H എന്ന് കൊടുക്കുക. ഇവിടെ ടൈം എന്ത് കൊടുക്കുക? T1 to T2 എന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ H ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ ഓഫ് ഇവിടുത്തെ സമയം 0 to A/2B. ഓക്കെ, 0 to നോക്കട്ടോ, H ഈക്വൽ ടു 0 to A/2B I² എന്ന് പറയുമ്പോൾ അതിന് സ്ക്വയർ ചെയ്യണ്ടേ? A² മൈനസ് 4ABT പ്ലസ് 4B²T² ഇൻറ്റു DT. ഈ R പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ R ഇൻറ്റു ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? A²T
minus 4ab into t square by 2 minus 4b square into t cube by 3. Okay. Limit 0 to a by 2b, 0 to a by 2b, 0 to a by 2b തന്നെ. r into a square into a by 2b minus 4ab, ആ by 2 പുറത്തേക്ക് എടുത്താൽ a by 2bൻ്റെ സ്ക്വയർ, അപ്പോൾ a സ്ക്വയർ ബൈ 4b സ്ക്വയർ മൈനസ് 4b സ്ക്വയർ ഇൻറ്റു ആ 3 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ a by 2bൻ്റെ ക്യൂബ്, അപ്പോൾ a ക്യൂബ് ബൈ 8b ക്യൂബ് എന്ന് വരും. r ഇൻറ്റു നോക്കട്ടോ a ക്യൂബ് ബൈ 2b മൈനസ് ഈ 4 കട്ടായി പോയി കഴിഞ്ഞാൽ ഈ ഗെയിൻ a ക്യൂബ് ബൈ 2b പ്ലസ് ഇവിടെ 4 8 കട്ടായി പോയിട്ട് വന്ന 6 വരും, a ക്യൂബ് ബൈ 6b എന്ന് കിട്ടും. ഇത് രണ്ടും കട്ടായി പോയാൽ ലാസ്റ്റ് എന്ന് കിട്ടും a ക്യൂബ് ബൈ 6b ഇൻറ്റു r. ഓപ്ഷൻ എ. ഓക്കെ, ഇത് ഇൻട്രേറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. Next question. The power dissipated in the circuit shown in the figure is 30 watt. The value of R is. മൊത്തം റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ആറും 5 കൂടെ പറയുമ്പോൾ 5R ഡിവൈഡ് ബൈ 5 പ്ലസ് R വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. പവറിൻ്റെ ഇക്വേഷൻ എന്താ? P ഈക്വൽ ടു V സ്ക്വയർ ബൈ 5R ഡിവൈഡ് ബൈ 5 പ്ലസ് R. പവർ കൊടുത്തിട്ടുണ്ട് 30 ഈക്വൽ ടു 10 സ്ക്വയർ ഡിവൈഡ് ബൈ 5R ഡിവൈഡ് ബൈ 5 plus R. ഓക്കെ, 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ബൈ 5R ഇൻറ്റു 5 പ്ലസ് R. എത്ര കിട്ടത്തില്ല? ഒരു 0 കട്ടായി പോട്ടെ, ഇത് 2 എന്ന് വരും. അപ്പോൾ 3R ഈക്വൽ ടു 2 ഇൻറ്റു 5 10 പ്ലസ് 2R എന്ന് വരും. ലാസ്റ്റ് R ഈക്വൽ ടു 10 ഓം എന്ന് കിട്ടും. ഓപ്ഷൻ സി കറക്റ്റ് അല്ലേ? 100 ഇൻറ്റു 5 പ്ലസ് R ഡിവൈഡ് ബൈ 5R, 100 0 കട്ടായി പോയി, 10 ബൈ 5 2, 2 ഇൻറ്റു 5 10, 2R 3R, R ഈക്വൽ ടു 10 ഓം. ഓക്കെ, ദെൻ if the power dissipated in 9 ohm resistor in a circuit shown in 36 watt, the potential difference across 2 ohm resistance will be. ഇവിടെ ക്വസ്റ്റ്യനിൽ 9 ohm റെസിസ്റ്ററിന് 36 വാട്ട് എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. റെസിസ്റ്റൻസ് കിട്ടി, പവർ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം ചെയ്യാൻ പറ്റും. ഈ 6 ഓമിൻ്റെ കാര്യത്തിൽ പവർ ഈക്വൽ ടു I സ്ക്വയർ ആണെന്നല്ലേ പറയാം. ഓക്കെ, വോൾട്ടേജ് കാണാൻ പറ്റും. ഈ ഒരു കേസിൽ നമുക്ക് P ഈക്വൽ ടു V സ്ക്വയർ ബൈ എന്നുള്ള ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ V സ്ക്വയർ ഈക്വൽ ടു ആരായിരിക്കും? PR എന്ന് പറയാമല്ലോ. അപ്പോൾ P എത്രയാണ്? 9 ഇൻറ്റു 36 ഇൻറ്റു 9 ആയിരിക്കും V സ്ക്വയർ. അപ്പോൾ V എത്രയായിരിക്കും? 36ൻ്റെ റൂട്ട് 6, 3, 18 വോൾട്ട് എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് പേരുടെയും പാരലായിട്ട് 18 വോൾട്ടാണുള്ളത് അല്ലേ? 18 വോൾട്ടാണുള്ളതെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാം? ഈ താഴത്തേക്ക് കൂടെ മുകളിൽ കൂടെ പോണതിൻ്റെ കറണ്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇത് 18 വോൾട്ട് കിട്ടി. അപ്പോൾ മുകളിൽ കൂടെ പോണ കറണ്ട് നമുക്കൊരു I1 എന്ന് കൊടുക്കുകയാണെങ്കിൽ I1ൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? 18 by 9 ഈക്വൽ ടു 2 ആംപിയർ. I2ൻ്റെ ഇക്വേഷൻ ആയിരിക്കും 18 by 6 ഈക്വൽ ടു 3 ആംപിയർ. അപ്പോൾ മൊത്തം കറണ്ടായ I എത്രയായിരിക്കും?
I1 പ്ലസ് I2 ഈക്വൽ ടു 2 പ്ലസ് 3 ഈക്വൽ ടു 5 ആംപിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പൊട്ടൽ ഡിഫറൻസ് അക്രോസ് ഈ 2 ഓം കേട്ടോ, ഇതിൻ്റെ വോൾട്ടേജ് നമുക്ക് കാണാൻ പറ്റും. വി ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി, IR. അപ്പോൾ ഇവിടുത്തെ കറണ്ട് നമുക്ക് എത്ര കിട്ടി, 5 എന്ന് കിട്ടി, 2 എന്ന് കിട്ടി. അപ്പോൾ എത്ര കിട്ടും, 10 വോൾട്ട്. എഗെയിൻ 10 വോൾട്ട്. ഓക്കെ, a current 3 ampere flows through 2 ohm resistor as shown in the figure. The power dissipated in the 5 ohm resistor will be. ഈ ക്വസ്റ്റ്യനിൽ 3 ആംപിയർ കറണ്ട് ആണ് ഇതിൽ കൂടെ പോണത്, ഇതിലൂടെ പോണത് 3 ആംപിയർ. അപ്പോൾ ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വോൾട്ടേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് എടുത്താൽ വി ഈക്വൽ ടു IR എന്നുള്ള ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ ഐ എത്രയാണ്, 3 × 2 ഈക്വൽ ടു 6 വോൾട്ട് എന്ന് കിട്ടി. അപ്പോൾ 6 വോൾട്ട് ആയിരിക്കും ആർക്ക് കിട്ടിയിട്ടുണ്ടാവുക, ഈ പറഞ്ഞ 1-നും 5-നും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ 1-ന് ഇതിന് നമുക്ക് V2 എന്നും ഇത് V1 കൊടുക്കുകയാണെങ്കിൽ ഈ കേസിൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ V2ൻ്റെ ഇക്വേഷൻ ആയിരിക്കും R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു V. ഇവിടെ R2 എന്ന് പറയുമ്പോൾ 5 ഡിവൈഡ് ബൈ 1 പ്ലസ് 5 ഇൻറ്റു 6. അപ്പോൾ 6 കട്ടായി പോയാൽ 5 വോൾട്ട് എന്ന് കിട്ടും. സോ V2 ഈസ് 5 വോൾട്ട്. ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോട്ടൽ പവർ ഡിസിപ്പേറ്റഡ് ഇൻ വാട്ട്സ് ഇൻ ദ സർക്യൂട്ട് ഷോൺ ഹിയർ ഈസ്. ടോട്ടൽ പവർ ഡിസിപ്പേറ്റഡ് ഇൻ വാട്ട്സ് ആണ് കണ്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ 6-ഉം 3-യും കൂടെ പാരലാണ്. 6 × 3 ഡിവൈഡ് ബൈ 6 പ്ലസ് 3 എത്രയായിരിക്കും, 12. ഇത് കട്ടായി പോയ എത്ര കിട്ടും, 6 പ്ലസ് 3 9 അല്ലേ. 6 × 3 ഡിവൈഡ് ബൈ 6 പ്ലസ് 3 9. ഇത് കട്ടായി പോകുമ്പോൾ 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഓം എന്ന് കിട്ടും. 2 ഓം. അപ്പോൾ 4-ഉം 2-ഉം കൂടെ പാരലാണ്. അപ്പോൾ മൊത്തം 6 ഓം എന്ന് കിട്ടും. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ ആയിരിക്കും V² ബൈ മൊത്തം R എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ V² എത്രയാണ്, 18ൻ്റെ സ്ക്വയർ അല്ലേ, ഡിവൈഡ് ബൈ 6. 4 + 2 6. അപ്പോൾ 18 × 18 ഡിവൈഡ് ബൈ 6. ഇത് 3 എന്ന് കിട്ടി, 54 എന്ന് കിട്ടും കേട്ടോ. ഓപ്ഷൻ ബി. ഓക്കെ, power dissipated across 8 ohm resistor in the circuit shown here is 2 watt. The power dissipated in watts unit across 3 ohm resistor. ഇവിടെ ഇത് ഈ 8 ഓമിന് അക്രോസ് ഉള്ള എത്രയാണത്, 2 വാട്ടാണ്. അങ്ങനെയാണ് 3 ഓം അക്രോസ് കാണണം. ഓക്കെ, എന്നൊരു കാര്യം ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ വോൾട്ടേജ് കാണാം. P ഈക്വൽ ടു V² ബൈ R. അപ്പോൾ V² ഈക്വൽ ടു ആരായിരിക്കും, PR. അപ്പോൾ 2 × 8 ഈക്വൽ ടു V². V എത്രയായിരിക്കും, 4 വോൾട്ട് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ 4 വോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് V1-ഉം ഇത് V2 എന്നും കൊടുക്കാം. അപ്പോൾ നമുക്ക് V2ൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു V എന്ന് കൊടുക്കാം. എന്നാലും മൊത്തത്തിൽ 2 പേർക്കും കൂടെ എത്രയാണ്, 4 വോൾട്ടാന്ന് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ R2 3 ഡിവൈഡ് ബൈ 1 പ്ലസ് 3 ഇൻറ്റു 4 എന്ന് അടിച്ചു കഴിഞ്ഞാൽ 3 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പവർ ഡിസിപ്പേറ്റഡ് ഇൻ 3 ഓമിൽ കണ്ടത് V² ബൈ R എന്നുള്ള ഫോമിൽ ഉപയോഗിക്കുമ്പോൾ വോൾട്ടേജ് 3² ബൈ 3 ഈക്വൽ ടു 3 വാട്ട്. ഓക്കെ, ഓപ്ഷൻ സി. A 5 ampere fuse wire can withstand a maximum power of 1 watt in a circuit. The resistance of the fuse wire. അപ്പോൾ കറണ്ട് കൊടുത്തിട്ടുണ്ട്, 5 ആംപിയർ കൊടുത്തിട്ടുണ്ട്, മാക്സിമം പവർ കൊടുത്തിട്ടുണ്ട്, 1 വാട്ട് കൊടുത്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് ആണ് കണ്ടത്. P ഇൻഡിക്കേഷൻ I² R എന്നാണ് വരിക. അപ്പോൾ I² R എന്ന് പറഞ്ഞ സമയത്ത് P എത്രയാണ്, 1 ഈക്വൽ ടു I²
5 സ്ക്വയർ ഇൻറ്റു ആർ. അപ്പോൾ ആർ ഈക്വൽ ടു 1/25 എന്ന് വരും. 1/100/4, 4/100 ഈക്വൽ ടു 0.04 ഓം. ഓക്കെ. Electric kettle has two heating coils. When one of the coil is connected to an AC source, water in the kettle boils in 10 minutes. When the other coil is used, water boils in 40 minutes. If both boils are connected in parallel, time taken by the same quantity of water to boil will be. രണ്ട് കോയിലിൻ്റെ കാര്യം പറയുന്നുണ്ട്. സമയവും വ്യത്യാസമാണ്. വേറെ വേറെ കെറ്റിലായതുകൊണ്ട് പവർ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരു കാര്യം അറിയാം, നമുക്ക് ഈ ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്താ? H ഈക്വൽ ടു പി ടി എന്ന് കൊടുക്കുക. അപ്പോൾ രണ്ട് സമയത്തും ഒരേ എമൗണ്ട് വാട്ടറാണ് ബോയിൽ ചെയ്തേക്കണത്. 10 മിനിറ്റ്സ് കൊണ്ടും മറ്റതിൽ 40 മിനിറ്റ്സ് കൊണ്ടും ടൈമാണുള്ളത്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫസ്റ്റ് കേസിൽ നമുക്ക് ഈ H ഈക്വൽ ടു P1 T1 എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? T1 ഈക്വൽ ടു H/P1 എന്ന് കിട്ടും, ഒരു ഓപ്ഷൻ. ഇത് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസിലും H ഈക്വൽ ടു P2 T2 കൊടുക്കുക. വേറെ വേറെ ടൈം അല്ലേ, പവർ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, T2 ഈക്വൽ ടു H/P2 എന്ന് കിട്ടി, രണ്ടാമത്തെ കേസ്. ഇനി ഇവർ രണ്ടുപേരും കൂടെ പാരലായിട്ട് കണക്ട് ചെയ്തു. ഈ കണക്റ്റഡ് ഇൻ പാരലൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഉണ്ട്. P പാരലിൻ്റെ ഇക്വേഷൻ ആയിരിക്കും P1 + P2. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നല്ല വേണ്ട ഇക്വേഷൻ ആക്ച്വലി ഏതാണ് നോക്കട്ടോ. P1ൻ്റെ ഇക്വേഷൻ ആയിരിക്കും H/T1, P2ൻ്റെ ഇക്വേഷൻ ആയിരിക്കും H/T2. ഇതൊന്ന്, ഇത് രണ്ട്. ഓക്കെ, ഈ P പാരലൽ എന്ന് പറയുമ്പോൾ ആയിരിക്കും H/T പാരലൽ ഈക്വൽ ടു H/T1 + H/T2 കൊടുക്കുക. H എല്ലാം കട്ടായി പോകുമ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ TP ഈക്വൽ ടു T1 T2 ഡിവൈഡ് ബൈ T1 + T2 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ ഫോമിലേക്ക് വരും. അപ്പോൾ അത്രയായിരിക്കും നമ്മുടെ ആൻസർ. 10 × 40 ഡിവൈഡ് ബൈ 10 + 40. അപ്പോൾ 400 ഡിവൈഡ് ബൈ 50 എന്ന് പറയുമ്പോൾ 8 മിനിറ്റ് എന്ന് പറഞ്ഞൊരു ആൻസറാണ് കിട്ടുക കേട്ടോ. Fuse wire is a wire of high resistance and low melting point. Two electric bulb, one of 200 volt 40 watt and other of 200 volt 100 watt are connected in a domestic circuit. They have equal resistance. The resistance of 40 watt bulb is more than that of 100 watt. The resistance of 100 watt bulb is more than that of 40 watt. They have equal current in through them. ഇപ്പോൾ രണ്ട് ബൾബ് ഉണ്ട്. ഒന്ന് 200 വോൾട്ട് 40 വാട്ട്, മറ്റേത് 200 വോൾട്ട് 100 വാട്ട് അല്ലേ. ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ കാര്യം ചെയ്യും, റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? റേറ്റഡ് വോൾട്ടേജിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ P റേറ്റഡ് എന്നാണ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ കേസിൽ R1 ഈക്വൽ ടു 200 സ്ക്വയർ ഡിവൈഡ് ബൈ 40 എന്നും, അടുത്ത കേസിൽ R ഈക്വൽ ടു 200 സ്ക്വയർ ഡിവൈഡ് ബൈ 100 എന്ന് വരും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, R1 ആരേക്കാളും കൂടുതലാണ്, R2നേക്കാളും കൂടുതലാണ്. സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ ഏത് ബൾബിനായിരിക്കും കൂടുതൽ വോൾട്ടേജ് കിട്ടുക? R1 കൂടിയ, ഇപ്പോൾ ഇത് V1 ഇത് V2 ആണെങ്കിൽ R1 R2നേക്കാളും കൂടുതലാണെങ്കിൽ V1 ആരേക്കാളും കൂടും, V2നേക്കാളും കൂടും. ഇവിടെ കൊടുത്തേക്കുന്നത് എത്രയാണ്? ഒരു 4 നോക്കട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ എന്തോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. R1 R2നേക്കാളും കൂടുന്നു പറഞ്ഞാൽ പോരെ, അപ്പോൾ കഴിഞ്ഞു. R1 R2നേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? റെസിസ്റ്റൻസ് ഓഫ് 40 വാട്ട് ബൾബ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് 100 വാട്ട് ബൾബ്. ഓപ്ഷൻ ബി. ഓക്കെ, 25 watt 220 volt and 100 watt 220 volt are connected series. ഏത് ബൾബ് യൂസ് ആവും? ഇതിലാണ് ഞാൻ പറഞ്ഞ ഐഡിയ ആവശ്യം വരിക. അപ്പം നമുക്ക് ഒന്നാമത്തെ കേസിൽ R1 ഈക്വൽ ടു 220 സ്ക്വയർ ബൈ 25 എന്നും R2 ഈക്വൽ ടു 220 സ്ക്വയർ ബൈ 100 എന്നും കൊടുക്കാം. അപ്പോൾ R1 എന്ത് ചെയ്തു? R2നേക്കാളും കൂടുതലാണെന്ന് മനസ്സിലായി. അപ്പോൾ ഏത് ബൾബാണ് ഫ്യൂസ് ആവുക? ഒരു 440 വോൾട്ട് സപ്ലൈ നമ്മൾ നോർമലി രണ്ട് ഈക്വൽ റെസിസ്റ്റൻസിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ
ഇതിന് 220 വോൾട്ടും കിട്ടും, ഇതിന് 220 വോൾട്ടും കിട്ടും. പക്ഷെ നമ്മുടെ കേസിൽ ഇതങ്ങനെയല്ലല്ലോ. ഇവിടെ 440 വോൾട്ട് സപ്ലൈ കൊടുക്കുമ്പോൾ ഇത് R1, ഇത് R2, ഇത് V1, ഇത് V2 എന്ന് പറയുമ്പോൾ V1 ആരെക്കാളും കൂടണം, V2നേക്കാളും കൂടണം. സോ V1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 220 വോൾട്ടും V2 ഷുഡ് ബി ലെസ് ദാൻ 220 വോൾട്ട് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് 220 വോൾട്ട് വരെ താങ്ങുള്ളൂ. 220 വോൾട്ടേജിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ബൾബ് ഫ്യൂസായി പോകും. അപ്പോൾ ഏത് ബൾബാണ് ഫ്യൂസായി പോവുക? R1 ആവും ഫ്യൂസായി പോവുക. അപ്പോൾ 25 വോൾട്ട് ബൾബ് വിൽ ഫ്യൂസ്. ഓക്കെ, 25 വോൾട്ട് ബൾബായിരിക്കും ഫ്യൂസ് ചെയ്യുക. മറ്റേ ബൾബ് അതിന് കുറച്ച് 220നേക്കാളും കുറവ് കിട്ടണം കേട്ടോ. രണ്ടും ഒന്നും കത്തില്ല. ഓക്കെ, എല്ലാം കാരണം കണക്ഷൻ കട്ടായി പോയിട്ടുണ്ടാവും. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റേഴ്സിൻ്റെ പ്രത്യേകമായിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഈ രീതിയിൽ റെസിസ്റ്റേഴ്സ് അറേഞ്ച് ചെയ്യുക, PQRS അറേഞ്ച് ചെയ്യുക. ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്, ഗാൽവനോമീറ്റർ ഉണ്ട്. ഈ ഗാൽവനോമീറ്റർ റീഡിങ് 0 ആകുന്ന രീതിയിൽ ഈ റെസിസ്റ്റേഴ്സ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ P/Q = R/S എന്നൊരു കണ്ടീഷൻ കിട്ടുന്നതായിരിക്കും. അതായത് ഗാൽവനോമീറ്റർ റീഡിങ് 0 ആണെങ്കിൽ P/Q = എന്തായിരിക്കും? R/S ആയിരിക്കും. ഈ സെല്ലും ഗാൽവനോമീറ്ററും വേണമെങ്കിൽ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, Wheatstone bridge is an arrangement of 4 resistors PQRS connected as shown in the figure. A cell is connected between A and C. A sensitive galvanometer of resistance G is connected between B and D. The resistors are adjusted that galvanometer current IG 0. The network is said to be balanced. Then P/Q = എന്തായിരിക്കും? R/S ആയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. മീറ്റർ ബ്രിഡ്ജിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ XR എന്നുള്ള 2 റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു ഗാൽവനോമീറ്റർ, ഇവിടെ ബാലൻസ് ലെങ്ത് L, 100 - L. സെയിം കണ്ടീഷനാണ് നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു XR, ഇവിടെ ആയിരിക്കും LR, ഇവിടെ ആരായിരിക്കും 100 - LR. ഇവിടെ ഒരു ഗാൽവനോമീറ്റർ, ഒരു സെല്ല്. ഇത് നമ്മുടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് തന്നെയാണ്. അപ്പോൾ ഈ കണ്ടീഷൻ പറയുമ്പോൾ X/R = LR/100 - LR എന്ന് വരും. സോൾവ് ചെയ്യുമ്പോൾ X/R = L/100 - L എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മീറ്റർ ബ്രിഡ്ജിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. A resistance wire connected in the left gap of a meter bridge balances 10 ohm resistance in the right gap at a point which divide the bridge wire in the ratio 3:2. If the resistance wire is 1.5 meter, then the length of 1 ohm of the resistance is. Okay, resistance wire is connected in the left gap കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് വയറിൻ്റെ ലെങ്ത് നമുക്ക് എന്ത് കൊടുക്കാം? ബാലൻസസ് എ 10 ohm റെസിസ്റ്റൻസ് ഇൻ ദ റൈറ്റ് ഗ്യാപ്പ് അറ്റ് എഡ്ജ്. അപ്പോൾ നമുക്ക് X/R = L/100 - L എന്നാണല്ലോ. എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഒരു R എന്ന് കൊടുക്കാം, ഡിവൈഡ് ബൈ 10 ohm റെസിസ്റ്റൻസ്, അതാണ് നോൺ റെസിസ്റ്റൻസ്. അപ്പോൾ = Lൻ്റെ റേഷ്യോ 3/2 എന്നുള്ള റേഷ്യോ ആണ്. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? R = 30/2 = 15 ohm എന്ന് കിട്ടും. ലെങ്ത് ഓഫ് ദ റെസിസ്റ്റൻസ് വയർ ഈസ് 1.5 ohm ആണ് കേട്ടോ. അപ്പോൾ 1.5 മീറ്റർ, 1.5 മീറ്ററിനായിരിക്കും 15 ohm. അപ്പോൾ ഒരു ഓം എത്രയായിരിക്കും? ഒരു ഓം = 1.5 ഡിവൈഡ് ബൈ 15 മീറ്റർ എന്ന് വരും. അല്ലെങ്കിൽ ഇത് 1/10 മീറ്റർ എന്ന് വരും. അപ്പോൾ 10⁻⁻1 മീറ്റർ ആയിരിക്കും കേട്ടോ ഒരു ഓമിന് കറസ്പോണ്ടിങ് ആയിട്ട് വരിക. ഓപ്ഷൻ എ. ദ റീഡിംഗ് ഓഫ് ഐഡിയൽ വോൾട്ട്മീറ്റർ ഇൻ ദ സർക്യൂട്ട് ഈസ്. ഇവിടെ ഐഡിയൽ വോൾട്ട്മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റീഡിങ്ങിനെ കാണാൻ പറ്റും. 2 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു പോയിന്റിൽ 2 വോൾട്ട് എന്നും ഈ ഒരു പോയിന്റിൽ 0 വോൾട്ട് എന്നും കൊടുക്കാം. ഓക്കെ, ഐഡിയൽ വോൾട്ട്മീറ്റർ ആണെങ്കിൽ അതിൽ കൂടെ കറണ്ട് ഒന്നും പാസ്സാവില്ല. ഓക്കെ, ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ അതിൽ കൂടെ കറണ്ട് ഒന്നും പാസ്സാവില്ല. അപ്പോൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ ഒരു V1 ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ നമുക്ക് V2 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മൊത്തം കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? മൊത്തം വോൾട്ടേജ് 2 ഡിവൈഡ് ബൈ മുകളിൽ 50 താഴെ 50, 50 പാരലൽ ആകുമ്പോൾ 50/2 എന്ന് വരും. അപ്പോൾ ഒരു 4/50 എന്ന് കിട്ടും.
അല്ലേ, അല്ലെങ്കിൽ 4/100/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? ഒരു 8/100 ഈക്വൽ ടു 0.08 ആയിരിക്കും ഇതിൽ കൂടെ പോണ കറണ്ട്. ഓക്കെ, ഈ 0.08 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ മുകളിൽ കൂടെ താഴെ കൂടെ പോണ കറണ്ട് എത്രയായിരിക്കും? ഇതിലൂടെ പോണ കറണ്ടും ഇതിലൂടെ പോണ കറണ്ടും ഒരു 0.04 ആംപിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. V1 നോക്കട്ടോ, V1 മൈനസ് 0, ഞാൻ ഈ രണ്ട് പോയിന്റ് എടുത്തേക്ക് കേട്ടോ. എവിടെ ഇതെടുത്തിരിക്കുകയാണ്. V1 മൈനസ് 0 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു അതിൽ കൂടെ പോണ കറണ്ട് എത്രയാണ്? 0.4 ഇൻറ്റു 30. ഓക്കെ, 30×4 120 0.04 അല്ലേ? .04 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 4×30 120, 2 പോയിന്റ് മാറ്റിയ 1.2 വോൾട്ട് എന്ന് കിട്ടും. V2 മൈനസ് 0 ഞാൻ എടുക്കാൻ വേണ്ടി പോണത് ഇനി അടുത്തത് ഈ ഒരു ലൂപ്പ് എടുക്കാൻ പോകട്ടോ. ഇതെടുത്തു കഴിഞ്ഞാൽ V2 മൈനസ് 0 ഈക്വൽ ടു എത്ര കിട്ടും? ഇവിടെ പോണ കറണ്ട് 0.04 ഇൻറ്റു 20 ഈക്വൽ ടു 80.8 വോൾട്ട് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ V1 മൈനസ് V2 എന്ത് വരും? 1.2 മൈനസ് 0.8 ഈക്വൽ ടു 0.4 വോൾട്ട് എന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The meter bridge shown in the balance position with the P/Q equal to L1/L2. If now the interchange position of galvanometer and cell, will the meter bridge work? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗാൽവനോമീറ്ററും സെല്ലും ഇന്റർചേഞ്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വേണമെങ്കിൽ നമുക്കൊരു വിശ്വസിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതാ PQ L1 L2 ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കേസ്. സെല്ല് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു EMF നേരിച്ചോട്ടോ. ഇതിൽ നമുക്ക് P/Q ഈക്വൽ ടു L1/L2 എന്ന് കിട്ടും. ഇതേ ഫിഗർ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഗാൽവനോമീറ്ററിന്റെ സ്ഥലത്ത് എന്ത് കൊടുക്കാം? നമുക്ക് സെല്ല് കൊടുക്കാം. ഓക്കെ, ഇനി സെല്ലിന്റെ ഗ്യാപ്പിൽ എന്ത് കൊടുക്കാം? ഗാൽവനോമീറ്ററും കൊടുക്കാം. PQ L1 L2. ഈ സമയത്ത് നമുക്ക് PQവിൻ്റെ സാധനം സൈഡിൽ കൂടെ ചെരിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമുക്ക് P/Q. അപ്പോൾ L1/P ഈക്വൽ ടു L2/Q എന്ന് വരും. അത് മാറ്റി കഴിഞ്ഞാൽ P/Q ഈക്വൽ ടു L1/L2 തന്നെ കിട്ടും. സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഓക്കെയാണ് കേട്ടോ. യെസ്. ഓക്കെ, the resistance in the two arms of the meter bridge are 5 ohm and 6 ohm. When the resistance are shunted with equal resistance, the new balance point is 1.6 L1. The resistance R is, first case in the 5ഉം 6ഉം ആണ്. 5/R equal to L1/100 minus L1. നെക്സ്റ്റ് കേസിൽ ഈ ആറിന് പാരലായിട്ട് ആരും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഒരു ആറും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ആറും കൂടെ R/2 ആയിട്ടുണ്ടാകും. അപ്പോൾ 5/R/2 ഈക്വൽ ടു പുതിയ ലെങ്ത് 1.6 L1 ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 100 മൈനസ് 1.6 L1. അപ്പോൾ വീണ്ടും നമുക്ക് 5/R ഇൻറ്റു ആ 2 മോളിൽ പോവില്ലേ, ഈക്വൽ ടു 1.6 L1 ഡിവൈഡ് ബൈ 100 മൈനസ് 1.6 L1. ഇത് വേണമെങ്കിൽ 2 കട്ടായി പോയ 0.8 എന്ന് കിട്ടുന്നത് 2. ഇത് കണ്ടീഷൻ 1. 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വലത്തെ ഭാഗം സെയിം ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ L1 ഡിവൈഡ് ബൈ 100 മൈനസ് L1 ഈക്വൽ ടു 0.8 L1 ഡിവൈഡ് ബൈ 100 മൈനസ് 1.6 L1 കിട്ടും. L1 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? 100 മൈനസ് 1.6 L1 ഈക്വൽ ടു 100 ഇൻറ്റു 0.8. അപ്പോൾ എത്ര കിട്ടും? 80 മൈനസ് 0.8 L1 എന്ന് വരും. ഇത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 20 ഈക്വൽ ടു
1.6 മൈനസ് 0.8 0.8 L1 വരും. അപ്പോൾ L1 ഈക്വൽ ടു ആരായിരിക്കും 20 ഡിവൈഡ് ബൈ 0.8 20/8 100/4 ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അടുത്ത് ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ 5/r ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. ഇതെടുത്ത് ഞാൻ ഇതിൽ തന്നെ കൊടുത്തു കേട്ടോ. ഡിവൈഡ് ബൈ എത്രയായിരിക്കും 100 മൈനസ് 25 ഈക്വൽ ടു 75 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5/r ഈക്വൽ ടു 1/3 എന്ന് വരും. അപ്പോൾ r ഈക്വൽ ടു 15 ഓം എന്ന് കിട്ടും. ഓക്കെ, 15 ഓം എന്നൊരു ആൻസർ കിട്ടും കേട്ടോ. റെഡി? ഫോർ ദ നെറ്റ്വർക്ക് ഷോൺ ഇൻ ദ ഫിഗർ the value of current I is ഇവിടെ 4.263 എന്ന് പറയുമ്പോൾ ഇത് വീസ്റ്റോൺ ബ്രിഡ്ജ് ആണ്. 4/2 ഈക്വൽ ടു ആരായിരിക്കും 6/3 എന്നുള്ള കണ്ടീഷൻ പറയുമ്പോൾ സെൻറ്ററിലെ 4 ഓം പോകും. അപ്പോൾ ഈ 4ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 6 ഓംന്നും ഈ 6ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 ഓംന്നും കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടുപേരും പാരലൽ ആണല്ലോ. അപ്പോൾ R പാരലൽ ഈക്വൽ ടു എന്ത് കിട്ടും? R parallel equal to 6 into 9 divided by 6 plus 9 equal to 6 into 9 divided by 15 കിട്ടും. 3 into 2 15 into 3 അല്ലേ 5. അപ്പോൾ 18/5 എന്ന് കിട്ടി. കറണ്ടിൻ്റെ ഇക്വേഷൻ്റെ മൊത്തം വോൾട്ടേജ് V ഡിവൈഡ് ബൈ R പാരലൽ എന്ന് പറയുമ്പോൾ V ഡിവൈഡ് ബൈ 18/5 ഈക്വൽ ടു 5V/18 is the answer. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ കറണ്ടിൻ്റെ ഈ സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ ചോദ്യങ്ങളൊക്കെ ഒന്നും കൂടെ കൃത്യമായിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, കുറേയേറെ ചോദ്യങ്ങൾ ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ചോദ്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല നല്ല ചോദ്യങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ശരി, താങ്ക് യു.